അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യാം. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സ്ഥിരീകരണത്തിനായി ഇന്ന് കൃപാസ്ഥാനത്താരെ നടക്കുന്ന 10,000-കണക്കിന് മനുഷ്യരുടെ പ്രാർത്ഥനയോട് കൂടെ ദൈവവേദലെ ഞാൻ നിന്നെ ഈശോനാമത്തിൽ ആശീർവദിക്കുന്നു. മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൽ ഇന്ന് വരെ നടന്നിട്ടുള്ള എല്ലാ അനുഭവ സാക്ഷികളുടെയും സാക്ഷ്യങ്ങൾ നിനക്കും ഈ നിമിഷം നിൻ്റെ ഏറ്റവും വലിയ സങ്കടകരമായ അവസ്ഥകളെ അതിജീവിക്കാൻ ദൈവം നിന്നെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നീ ഭയപ്പെടുന്ന വ്യക്തികൾ, നീ സങ്കടപ്പെടുന്ന കാര്യങ്ങൾ, നീ എന്ത് ചെയ്യും, എങ്ങനെ അതിജീവിക്കും എന്ന് വേദനിക്കുന്ന വിഷയങ്ങൾ
അതിൻ്റെ മേലെല്ലാം കർത്താവിൻ്റെ ആത്മാവ് പ്രവർത്തിക്കട്ടെ. കർത്താവേ, ആശുപത്രി കഴിയുന്നവരെ, കർത്താവേ, ഓരോരോ ജീവിക്കാൻ വേണ്ടി ഓരോരോ ജോലിക്ക് പോകുന്നവരെ, ജോലി അന്വേഷിച്ച് പോകുന്നവരെ, ജോലി നഷ്ടപ്പെട്ടവരെ, വിസ പ്രോസസ്സിംഗ് ഇരിക്കുന്നവരെ, വിസ നഷ്ടപ്പെട്ടു പോയവരെ, പുതുക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നവരെ, നാട്ടിലെ ജോലിക്ക് ശ്രമിക്കുന്നവരെ, അതിൻ്റെ പരീക്ഷ എഴുതുന്നവരെ, അതിൻ്റെ പരീക്ഷ റിസൾട്ട് കാത്തിരിക്കുന്നവരെ, കർത്താവേ, പലതരത്തിലുള്ള ജപ്തി നടപടികൾ, പലതരത്തിലുള്ള കോടതി കേസുകൾ, പലതരത്തിലുള്ള ഒത്തുതീർപ്പ് ചർച്ചകൾ, എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ഈ പ്രാർത്ഥന കൂടുന്ന നിനക്ക് മാതാവിൻ്റെ പ്രത്യേക സാന്നിധ്യം ഞാൻ ഉറപ്പു തരികയും അമ്മ നിന്നെ സഹായിക്കുകയും ഈശോ നിന്നെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടത് വിശ്വാസത്തിന് അതിൻ്റെ ഡിഗ്രി അനുസരിച്ചുകൊണ്ട് ഇപ്പം കർത്താവ് പറഞ്ഞില്ലേ, ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമെന്ന് പറഞ്ഞില്ലേ, വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ. അതുപോലെ കർത്താവിനോട് ശിഷ്യന്മാരെ നടത്തിയ ഒരു പ്രാർത്ഥനയാണത്. ലൂക്കാ 17:5. അപ്പോൾ അപ്പോസ്തലന്മാർ കർത്താവിനോട് പറഞ്ഞു, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. കർത്താവിനോട് ഈ അപ്പോസ്തലന്മാർ 2 കാര്യം ചോദിച്ചിട്ടുള്ളേ. ഒന്നെന്താണ്? ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ, അല്ലേ? പിന്നെന്താ? ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. അപ്പോൾ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന് ചോദിക്കുമ്പോൾ അപ്പോസ്തലന്മാർക്ക് മനസ്സിലായി, വിശ്വാസം നമ്മൾ കാണുന്ന പാരമ്പര്യ കേവല വിശ്വാസത്തെക്കാൾ ഉപരി അതിൻ്റെ ഓരോ ഘട്ടങ്ങളും വളർച്ചയിലേക്കാണത് പോയിക്കൊണ്ടിരിക്കണം എന്നറിയാം. അങ്ങനെയാണ് പറയുന്നത്, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടായിരുന്നു, 10 ദിവസമാണ് അങ്ങനെ കർത്താവിനോട് ചോദിച്ചത്. ഇതിന് 10 ദിവസം അവസാനം ആ വിശ്വാസത്തിൻ്റെ വർദ്ധിത രൂപങ്ങളെക്കുറിച്ച് വളരെ കുറഞ്ഞ കാലം കൊണ്ട് ശരിക്കും മനസ്സിലാക്കിയ ഒരാളാണ്. അതുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടത്. എന്താണ്? 2 പത്രോസിൻ്റെ 1:5 പറഞ്ഞതില്ലേ, വിശ്വാസത്തെ സുഹൃതം കൊണ്ടും, സുഹൃതത്തെ ജ്ഞാനം കൊണ്ടും, ജ്ഞാനത്തെ ആത്മസംയമനം കൊണ്ടും, ആത്മസംയമനത്തെ ക്ഷമ കൊണ്ടും, ക്ഷമയെ സഹോദര സ്നേഹം കൊണ്ടും, സഹോദര സ്നേഹത്തെ ഉപവി കൊണ്ടും പൂർണ്ണമാക്കാൻ പറയും. അതാരാ പറഞ്ഞത്? വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന് കർത്താവിനോട് 10 ദിവസം പണ്ട് ചോദിച്ചു. ആ 10 ദിവസത്തിൻ്റെ വിശ്വാസം പിന്നീട് വർദ്ധിച്ചിട്ട് പുതിയ വിശ്വാസത്തിൻ്റെ മുന്തിയ രൂപങ്ങളായി മാറുന്നത് 10 ദിവസം മനസ്സിലാക്കി. തൻ്റെ ജീവിതത്തിലൂടെയാണ് ഇതെല്ലാം 10 ദിവസം മനസ്സിലാക്കിയത്. അപ്പം നിങ്ങൾക്ക് സഹോദര സ്നേഹം ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ഉപവി ഉണ്ടെങ്കിൽ, സഹോദര സ്നേഹത്തെക്കാൾ വലുതാണ് ഉപവി. RSV ബൈബിളിൽ ഇപ്പം മലയാളം ബൈബിളിൽ ഉപവി എന്ന് എഴുതിയിട്ടുണ്ട്. ഈ സ്ഥലത്ത് RSV ബൈബിളിൽ എഴുതിയിരിക്കുന്നത് ലവ് എന്ന് മാത്രമാണ്. പക്ഷെ യഥാർത്ഥത്തിൽ എന്താണത്? ഈ വിശ്വാസത്തിൻ്റെ അവസാന രൂപമാണത്. അത് ലവ് അല്ല ശരിക്കും പറഞ്ഞാൽ. ആ ലവിനേക്കാൾ ഉപരി അത് ലവ് പരസ്പര സഹോദര സ്നേഹം മുകളിലുണ്ടല്ലോ, പിന്നെ ലവ് എന്ന് പറയേണ്ട കാര്യമില്ല. ആ ലവ് എന്ന് പറയേണ്ട ശരിക്കും വന്നിരിക്കുന്നത് ഉപവിയാണ്. ഉപവിക്കൊരു പ്രശ്നമുണ്ട്. എന്താണ് ഈ ഉപവി അവസാനം പറയണത്? ഉപവിയാണ് വിശ്വാസത്തിൻ്റെ ലാസ്റ്റ് രൂപം. നമ്മൾ ഉപവിയുടെ മലയാളമൊക്കെ തിരക്കി കഴിഞ്ഞാൽ ദാനം, അങ്ങനെയൊക്കെയുള്ള സമർപ്പണം, സ്നേഹം എന്നൊക്കെ ഉള്ളു. ശരിക്കും പറഞ്ഞ ഉപവി ഫലത്തിൽ ബൈബിൾ ശാസ്ത്രപരമായിട്ട് ഉപവി എന്ന് പറഞ്ഞാൽ എന്താണത്? എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഉപവിയെക്കുറിച്ച് സീരിയസ് ആയിട്ട് ചിന്തിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഈ വിശ്വാസം വർദ്ധിപ്പിക്കണമെന്ന് പറയുമ്പോൾ വർദ്ധിച്ച വിശ്വാസത്തിൻ്റെ ലാസ്റ്റ് ഭാഗമായിട്ട് കാണുന്നത് എന്താണ്? ഉപവിയാണ്. അതാണ് ഉപവി. നമ്മൾ പറഞ്ഞ അർത്ഥത്തിൽ ഒന്നും നിൽക്കണില്ല. എൻ്റെ കയ്യും തലയും പിന്നെയും പുറത്ത് വരുന്ന നമുക്ക് കാണാം. ഒതുങ്ങണില്ല. ഒതുങ്ങാത്ത സംഭവമാണ് ഉപവി. കാര്യം മലയാളത്തിന് വരെ വാക്കില്ല. എന്താ സംഭവം? നിന്റെ ഇടത് കൈ ചെയ്യുന്നത് വലത് കൈ അറിയാതിരിക്കട്ടെ ഈശോ പറയത്തില്ല. മത്തായി 6:3. നീ ധർമ്മദാനം ചെയ്യുമ്പോൾ അത് രഹസ്യമായിരിക്കേണ്ടതിന് നിന്റെ വലത് കൈ ചെയ്യുന്നത് ഇടതു കൈ അറിയാതിരിക്കട്ടെ. അതൊരു ഫിഗറേറ്റീവ് വർത്തമാനമാണ്. പക്ഷെ വലത് ചെയ്യുന്ന ഇടത് കൈ അറിയാതിരിക്കട്ടെ. അപ്പോൾ അതിനൊരു കാര്യമുണ്ട്. എന്താണ്? രഹസ്യത്തെ അറിയുന്ന പിതാവ്
മത്തായി 6:4 രഹസ്യങ്ങൾ അറിയുന്ന നിന്റെ പിതാവ് രഹസ്യങ്ങൾ അറിയുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. നിനക്ക് പ്രതിഫലം. ഉപവിയുടെ പ്രശ്നം എന്ന് പറയണത് പ്രതിഫലം നാട്ടിൽ നിന്നോ വീട്ടിൽ നിന്നോ പേര്, സൽപ്പേര്, നല്ല പേര്, അല്ലെങ്കിൽ നമുക്ക് ആൾക്കാരുടെ സഹവർത്തിത്വം, മനുഷ്യനിൽ നിന്ന് വരുമാനങ്ങളൊന്നും ഇല്ലാത്ത സാധനമാണ് ഉപവി. പിന്നെന്താണ്? അത് രഹസ്യമാണ്. അത് ആരുതാണ്? അതുകൊണ്ടാണ് ഈശോ പറയണത്, ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. ഇപ്പോൾ രോഗികളെ നമ്മുടെ ബന്ധുക്കൾ രോഗിയായിരുന്നു, നമ്മുടെ അപ്പൻ, അമ്മ, ഭർത്താവ്, ഭാര്യ, കുഞ്ഞുങ്ങളെല്ലാം രോഗികളായിരുന്നു. വന്നാലും നമുക്കൊരു ബന്ധവുമില്ല, അഡ്രസ്സും ഇല്ല, അറിയാനും പാടില്ലാത്ത ആൾക്കാർ, അവരെയും നമ്മുടെ സ്നേഹത്തിൻ്റെ വലയത്തിൽ കൊണ്ടുവരണം. അതിനാണ് ഉപവി എന്ന് പറയുന്നത്. അവരെ ആരായിട്ട് കാണണം? അവരെ യേശുവായിട്ട് കാണണം. അതാണ് ഉപവി എന്ന് പറഞ്ഞാൽ അതിൻ്റെ രഹസ്യത്തിൽ അറിയുന്ന പിതാവ് നിനക്ക്. ഞാൻ ഒരു കാര്യം പറയട്ടെ, നിങ്ങളുടെ ഭർത്താവ് തന്നെ വിചാരിച്ചോ, ഭർത്താവ് നിങ്ങളുടെ ചെറുപ്പകാലത്തൊക്കെ ആശുപത്രി കിടക്കും, നിങ്ങൾ അവിടെ സ്വറായും പറഞ്ഞിരിക്കും, അവസാനം ക്ഷീണം തീരുമ്പോൾ കാശും ബില്ലും കൊടുത്ത് പോരും. പക്ഷെ ഏതെങ്കിലും ഒരു കാലത്ത് നമ്മൾ വെന്റിലേറ്ററായി പോകും. ഭർത്താവിൻ്റെ ഭാര്യയ്ക്കോ ആർക്കാരും ചിലക്ക് ബോധം ഉണ്ടാകത്തില്ല. അവളുടെ ശരീരം നമ്മൾ ചൂടുവെള്ളത്തിൽ ഒപ്പി, അവർ കുളിക്കാൻ പറ്റാത്ത കാരണം നമ്മൾ ഒപ്പുകയാണ്. പക്ഷെ നമ്മൾ ഒപ്പുന്നതായിട്ടോ നമ്മൾ കണ്ണീരും കൊണ്ടിങ്ങനെ ശരീരം ചൂടുവെള്ളത്തിൽ നനച്ച് ഒപ്പിക്കൊണ്ടിരിക്കുന്നതായിട്ട് ഈ കിടക്കണാണ് അറിയണില്ല. കാര്യം അവർ ജീവിച്ചിരിക്കുന്നതിനേക്കാൾ അവരെ നമ്മൾ സ്നേഹിക്കുന്നുണ്ട്. കാര്യം നമുക്ക് റിട്ടേൺസ് ഒന്നുമില്ല, അവർക്ക് ബോധമില്ല, നല്ല വാക്ക് ഒന്ന് നമ്മുടെ മുഖത്ത് നോക്കി പുഞ്ചിരിക്ക പോലും ഇല്ല. എന്നിട്ട് നമ്മൾ ചെയ്യാൻ ആരാണ്? അപ്പം ഞാൻ രോഗിയായിരുന്നു. അതിനാണ് ഉപവി എന്ന് പറയുന്നത്. ഈ ഉപവി എന്ന് പറയുന്നത് നമ്മൾക്ക് ഡയറക്റ്റ് വരുമാനങ്ങളൊന്നുമില്ല, ആനുകൂല്യങ്ങളൊന്നുമില്ല, മറിച്ച് രഹസ്യത്തിൽ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകുന്ന പ്രവർത്തനമാണ്. ശരിക്കും പറഞ്ഞാൽ 1:10 തൊട്ട് 6 വരെയുള്ള അവസാനത്തിൽ വിശ്വാസത്തിൻ്റെ വർദ്ധിത രൂപങ്ങളിൽ പറയുന്ന ലാസ്റ്റ് പറയുന്ന ഉപവി എന്ന് പറയുന്നത് സ്നേഹമല്ലാതെ, സ്നേഹത്തിനേക്കാൾ വലുത് ഇങ്ങോട്ട് റിട്ടേൺസ് ഭൗതികമായിട്ട് ക്യാഷ് ആൻഡ് കൈൻഡ് ഇല്ലാതെ, ഒരു പുഞ്ചിരി പോലും ഇല്ലാതെ അതിനെ ക്രിസ്തുവായിട്ട് കണ്ടുകൊണ്ട് ക്രിസ്തുവിൽ നിന്ന് നിത്യത കിട്ടുന്ന റീഫണ്ടിനെ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളാണ് ബൈബിളിൽ ഉപവി എന്ന് പറയുന്നത്. അങ്ങനെ ഒരു കുറച്ച് സെറ്റെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാകണം, നല്ലതാണ് കേട്ടോ. എല്ലാത്തിനും നല്ല പേരും സൽപ്പേരും മേടിച്ച് ഗുഡ് എന്നൊക്കെ പറഞ്ഞു കാണുന്നത് കാര്യമില്ല. ഒരിക്കലും ഗുഡ് കിട്ടാത്ത കുറേ ആൻസർ പേപ്പർ നമ്മുടെ കയ്യിൽ ഉണ്ടാകണം. നമ്മൾ ഇംഗ്ലീഷ് മീഡിയത്തിൽ കുഞ്ഞുങ്ങളെ കൊണ്ട് ചേർക്കുമ്പോൾ തന്നെ എനിക്ക് ഗുഡ് കിട്ടിയെന്ന് പറഞ്ഞ് പിള്ളേർ വരാൻ കണ്ടില്ലേ? ഒരു ഗുഡും കിട്ടാത്തൊരു കാലം ഉണ്ടാകും. ഒരു ജീവിതത്തിൻ്റെ പരീക്ഷാ പേപ്പറിൽ ഒറ്റ ഗുഡുമില്ലാത്ത ഒരു പരീക്ഷ പേപ്പറും കൊണ്ടായിരിക്കും നമ്മൾ കർത്താവിൻ്റെ അടുത്തേക്ക് പോകുന്നത്. അതിന് ഉപവി. എൻ്റെ പേര് ഷൈജ അനീഷ്. ഞാൻ പത്തനംതിട്ട ജില്ലയിൽ കോന്നി എന്ന സ്ഥലത്ത് നിന്നാണ് വരുന്നത്. ഞാനിവിടെ ആദ്യമായി വന്ന് ഉടമ്പടി എടുക്കുന്നത് 28/11/2022 ഇതെൻ്റെ മകൻ അഖിൽ, ഇത് എൻ്റെ മകൾ ആദിത്യ, ഇതെൻ്റെ ചേച്ചിയുടെ മകൾ അതുല്യ. ഞാനിവിടെ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് ഇവിടുത്തെ പള്ളിയെപ്പറ്റി അറിയുന്നതും എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞിട്ടാണ്. ഇവിടെ ഇങ്ങനൊരു പള്ളിയുണ്ട്, ഇവിടെ വന്ന് ഉടമ്പടി എടുത്താൽ എല്ലാ കാര്യവും സാധിക്കുമെന്ന് ഹസ്ബൻഡ് പറഞ്ഞു. അങ്ങനെയാണ് ഞാനിവിടെ ആദ്യമായി ഉടമ്പടി എടുക്കാൻ വരുന്നത്. എൻ്റെ മകന് ജോലി ലഭിക്കുന്നില്ലായിരുന്നു. എല്ലായിടത്തും പോയിട്ടും അവന് എങ്ങും ജോലി ലഭിക്കുന്നില്ലായിരുന്നു. കൂടി വന്നാൽ 1 മാസത്തിൽ കൂടുതൽ അവിടെ എങ്ങും നിൽക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പോയതിന് ശേഷം അവന് വിദേശത്തേക്ക് ഒരു ഇൻ്റർവ്യൂ ശരിയാകുകയും, കോഴിക്കോട് വെച്ചായിരുന്നു ഇൻ്റർവ്യൂ. അവിടെ ചെന്ന് അറ്റൻഡ് ചെയ്യാൻ ഇവർ പോയപ്പോൾ അവിടെ 10,000 പേരോളത്തിൽ കൂടുതലുണ്ടായിരുന്നു. അപ്പം അവൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അമ്മ ഇവിടെ ഭയങ്കര ആളാണ്, കിട്ടുമോ എന്നറിയത്തില്ല, എന്തായാലും നോക്കാം എന്ന് പറഞ്ഞു. പക്ഷേ പോകുന്നതിന് മുമ്പായിട്ട് ഞാൻ അമ്മയുടെ വിശുദ്ധ തൈലവും ഉപ്പും എല്ലാം അവന് കൊടുക്കുന്നുണ്ടായിരുന്നു. പാസ്പോർട്ടിൽ തൈലം തേക്കുന്നുണ്ടായിരുന്നു. പിന്നെ കാശ് രൂപം പോക്കറ്റിലിട്ട് ഞാൻ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ ചെന്ന്
ഉടമ്പടി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് അവന് 3 ഇടത്തായിട്ടായിരുന്നു ഇൻ്റർവ്യൂ. 3 ഇടത്തും കയറി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അപ്പോൾ എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു, അമ്മേ പിന്നെ അവിടെ ഇതുപോലെ 3 ഇടത്ത് കയറി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു, അപ്പോൾ എൻ്റെ പാസ്പോർട്ട് അവിടെ മേടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അമ്മയുടെ അനുഗ്രഹം കൊണ്ട് അവന് ജോലി ലഭിച്ചു എന്ന് മനസ്സിലായി. പിന്നെ അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് വീട്ടിൽ വന്ന് പിന്നെ 44-ാമത്തെ ദിവസം അവന് ജോലി ശരിയായി. ഞാൻ ഉടമ്പടി എടുത്ത് 44-ാമത്തെ ദിവസമാണ് മകന് ജോലി ശരിയായത്. വിദേശത്ത് അവരുടെ കമ്പനിയിൽ തന്നെയുള്ള എല്ലാ സൗകര്യങ്ങളോടും കൂടി അവന് ജോലി കിട്ടിയപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചത്, മാതാവേ എൻ്റെ കുഞ്ഞ് ചെല്ലുമ്പോൾ നല്ല ഭക്ഷണം, താമസം ഇതൊക്കെ ലഭിക്കണം. ശമ്പളം കുറഞ്ഞാലും കുഴപ്പമില്ല, നല്ല രീതിയിലുള്ള ഭക്ഷണവും താമസവും എല്ലാം ലഭിക്കണം അവന് എന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. അതുപോലെ തന്നെ അവരുടെ കമ്പനിയുടെ വകയായിട്ട് ഉള്ള നല്ല ഭക്ഷണവും നല്ല താമസ സൗകര്യവും ആയിട്ട് അവന് ലഭിച്ചു. സെയിൽസിനായിട്ടാണ് ഇവിടുന്ന് കയറിപ്പോയത്. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ബെസ്റ്റ് എംപ്ലോയി ആയിട്ട് 2 പ്രാവശ്യം അവനെ തിരഞ്ഞെടുത്തു. പിന്നെ പോകുന്നതിന് മുമ്പായിട്ട് ഇവിടെ അച്ഛനെ വന്ന് കാണാനും അച്ഛൻ്റെ അനുഗ്രഹം ലഭിക്കാനും പറ്റി. അച്ഛന് കാശ് രൂപം കൊടുത്തു. അത് അന്നേരം തന്നെ ഇവിടുന്ന് ഇറങ്ങി ഒരു കൊന്ത മേടിച്ച് അവനത് കഴുത്തേലിട്ട് പിന്നെ അന്ന് മുതൽ ആ മാല അവന് കഴുത്തിൽ നിന്ന് ഊരിയിട്ടില്ല. അതുകൊണ്ട് എപ്പോഴും അമ്മ അവൻ്റെ കൂടെ ഉണ്ടെന്നുള്ള നല്ല വിശ്വാസം ഞങ്ങൾക്കും ഉണ്ടായിരുന്നു. അങ്ങനെ 2 പ്രാവശ്യം ബെസ്റ്റ് എംപ്ലോയി ആയിട്ട് അവനെ തിരഞ്ഞെടുത്തു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ അടുത്ത ഉടമ്പടി പുതുക്കിയപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മയെ ഒരു ജോലിക്കയറ്റം അവന് ലഭിക്കണം, സെയിൽസിൽ നിന്ന് ഉള്ള ഒരു ജോലിക്കയറ്റം അവനുണ്ടാകണം എന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ പിന്നെ പിറ്റേ മാസം തന്നെ അവന് മാനേജർ പോസ്റ്റിലോട്ട് അവന് ജോലി അവിടെ ലഭിച്ചു. ഒരു ഷോപ്പ് മുഴുവൻ അവരവനെ ഏൽപ്പിച്ചു. ഇത്ര പരിചയം മാത്രമുള്ള അവനെ വിശ്വാസത്തോടെ ഒരു ഷോപ്പ് മുഴുവൻ ഏൽപ്പിച്ചിട്ട് അതിൻ്റെ മാനേജർ പോസ്റ്റിലേക്ക് അവനെ നിയമിച്ചു. എല്ലാം പരിശുദ്ധാമ്മയുടെ അനുഗ്രഹം കൊണ്ടും ഈശോപ്പയുടെ അനുഗ്രഹം കൊണ്ടുമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ എൻ്റെ മകൾക്ക് PGക്ക് അഡ്മിഷൻ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഡിഗ്രി പഠിച്ച കോളേജിൽ തന്നെ അഡ്മിഷൻ വേണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു. പക്ഷെങ്കിൽ അഡ്മിഷൻ കിട്ടുന്നില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവരെ ചോദിച്ചപ്പോൾ അവർ നമ്മളോട് പറഞ്ഞത് 50,000 രൂപ ഡൊണേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അഡ്മിഷൻ തരാമെന്നാണ് പറഞ്ഞത്. പക്ഷെ നമുക്കതിന് പറ്റില്ലായിരുന്നു. അങ്ങനെ മോളും ഞാനും കൂടെ നല്ല രീതിയിൽ അമ്മ മാതാവിനോട് അപേക്ഷിച്ചു, നല്ല രീതിയിൽ കരഞ്ഞു പ്രാർത്ഥിച്ചു എന്ന് പറയാം. അങ്ങനെ മോൾക്ക് അവസാനം വന്നപ്പോൾ അവിടെ 2 സീറ്റ് വന്നു. അപ്പം മെറിറ്റിൽ തന്നെ അവൾക്ക് കിട്ടി അവിടെ. അങ്ങനെ അമ്മയുടെ ഒരു വലിയ അനുഗ്രഹം ലഭിച്ചു. പിന്നീട് ഇവിടുന്ന് ഉടമ്പടി ഞാൻ വെക്കാത്ത ഒരു കാര്യം എൻ്റെ ഒരു രോഗസൗഖ്യമാണ്. ഞാനിവിടുന്ന് ഉടമ്പടി വെച്ചിട്ടില്ലായിരുന്നു. ആ ഒരു രോഗസൗഖ്യം എനിക്ക് ബ്രീത്തിങ് പ്രോബ്ലം ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ അടച്ചിട്ട റൂമുകളിലൊന്നും എനിക്ക് കിടക്കാനോ ഇരിക്കാനോ ഒന്നും പറ്റാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. അത് നല്ല രീതിയിലുണ്ടായിരുന്നു. ചിലപ്പോൾ ഉറങ്ങാതൊക്കെ ഞാനത് ഇരിക്കുമായിരുന്നു. അതുപോലൊരു ബുദ്ധിമുട്ടായിരുന്നു. ഇവിടുന്ന് ഞാൻ ഉടമ്പടി എടുത്ത് വീട്ടിൽ ചെന്നിട്ട് അമ്മയോട് ഞാൻ ഫസ്റ്റ് പറഞ്ഞത് അതാണ്, അമ്മ എൻ്റെ ഈ ഒരു ബുദ്ധിമുട്ട് എനിക്ക് മാറ്റിത്തരണം, എനിക്കിതൊരു ഭയങ്കര ബുദ്ധിമുട്ടാണ് അമ്മേ, എനിക്കത് മാറ്റിത്തരണമെന്ന് പറഞ്ഞു. അന്ന് തന്നെ ഞാനൊരു പത്രം മടക്കി എൻ്റെ തലയണയുടെ കീഴിൽ വെച്ചു. പിറ്റേ ദിവസം മുതൽ ആ ഒരു ബുദ്ധിമുട്ട് എനിക്കുണ്ടായിട്ടില്ല. അന്ന് പിറ്റേന്ന് മുതൽ പിന്നെ എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല. എനിക്ക് എങ്ങനെയും റൂമടച്ചാലും ഒന്നും എനിക്കൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല. പിന്നെ വർഷങ്ങൾ കൊണ്ട് എൻ്റെ പുറത്തൊരു പരുവ് പോലെ വരും. അതെല്ലാ വർഷവും ഹോസ്പിറ്റലിൽ പോയി അത് കീറിക്കളഞ്ഞാൽ മാത്രമേ അത് പോകത്തുള്ളായിരുന്നു. അപ്പോൾ ഇവിടുന്ന് ഉടമ്പടി എടുത്ത് പോയി കഴിഞ്ഞും ഉടമ്പടി എടുക്കുന്ന സമയത്ത് ചെറിയ രീതിയിൽ അത് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് എനിക്കത് വീണ്ടും അത് പഴുത്തു. ഹോസ്പിറ്റലിൽ പോകാൻ വിളിച്ചു, ഞാൻ പോയില്ല. ഞാൻ പറഞ്ഞു ഞാൻ ഉടമ്പടി എടുത്തതാണ്, അതുകൊണ്ട് ഞാൻ വരുന്നില്ല. പിന്നെ അമ്മയുടെ തൈലം ഞാൻ തൂക്കാൻ തുടങ്ങി. അങ്ങനെ കഴിഞ്ഞു. പിന്നെ കുറേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അത് പഴുത്തത് പൊട്ടി നല്ല രീതിയിൽ അതിൽ നിന്ന് പഴുപ്പ് പോയി കഴിഞ്ഞ് ഇപ്പോൾ 3 വർഷമാകുന്നു. ഇന്ന് വരെ എനിക്ക് ആ ഒരു ബുദ്ധിമുട്ട് എനിക്കുണ്ടായിട്ടില്ല. അമ്മ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ആ ഒരു അസുഖവും മാറിക്കിട്ടി. പിന്നെ എൻ്റെ ചേച്ചിയുടെ അവൾക്ക് അഡ്മിഷൻ TTCക്ക് അഡ്മിഷൻ വേണമായി, അവൾ ഒരു സ്കൂളിൽ വേണമെന്ന് അവൾ വാശി പിടിച്ചു. അപ്പോൾ അവിടെ ചോദിച്ചപ്പോൾ അവിടെ അഡ്മിഷൻ ഇല്ല. ആദ്യം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെങ്കിൽ അവൾക്ക്
പിന്നീട് അവർ പറഞ്ഞു അവിടെ അഡ്മിഷൻ ഇല്ല, എല്ലാം തീർന്നു, അഡ്മിഷൻ എല്ലാം തീർന്നു പോയി, ഇനി അഡ്മിഷൻ ഇല്ല, അടുത്ത വർഷം വെയിറ്റ് ചെയ്യൂ, അടുത്ത വർഷം നിങ്ങൾക്ക് കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ അതൊരു ഭയങ്കര വിഷമമായി. അവൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇതുപോലെ കുഞ്ഞമ്മേ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടാണ്, കുഞ്ഞമ്മ മാതാവിനോടൊന്ന് പ്രാർത്ഥിക്ക്, എനിക്കിതുപോലെ അഡ്മിഷൻ കിട്ടണം, എനിക്ക് അവിടെ തന്നെ വേണം, വേറെ ഒരു കോളേജിലും എനിക്ക് വേണ്ട, അവിടെ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് അവിടെ ആ സമയത്ത് ഒരു അഡ്മിഷൻ എടുത്ത ഒരു കുട്ടി അവിടുന്ന് പോയി കഴിഞ്ഞപ്പോൾ പിന്നെ അവിടുത്തെ സാറ് ഇവരെ വിളിച്ചിട്ട് പറഞ്ഞു, ഇതുപോലെ മോൾക്ക് അഡ്മിഷൻ വേണമെങ്കിൽ ഉണ്ട്, വന്ന് ജോയിൻ ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ അവൾക്ക് അവിടെ അഡ്മിഷൻ കിട്ടി. അതും അമ്മയുടെ വലിയൊരു അനുഗ്രഹം കൊണ്ടാണെന്ന് വിശ്വസിക്കുന്നു. അതിൽ പിന്നെ അവൾക്കും ഭയങ്കര വിശ്വാസമാണ്, അമ്മ മാതാവിനെ ഭയങ്കര വിശ്വാസമാണ്. അവളിവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട്. പിന്നെ അവൾക്ക് കുറച്ച് കാര്യങ്ങളൂടൊക്കെ സാധിക്കാനുണ്ട്, അത് കഴിയുമ്പോൾ അവൾ സാക്ഷ്യം പറയും. പിന്നെ എല്ലാ കാര്യത്തിലും അമ്മ മാതാവ് ഞങ്ങളുടെ കൂടെ തന്നെ, ചെറുതും വലുതുമായ എല്ലാ കാര്യത്തിലും അമ്മ കൂടെ നിൽക്കുന്നുണ്ട്. ഏത് കാര്യം വന്നാലും ഒരു ഭയമില്ല, പേടിയില്ല. ഈ ഉടമ്പടി എടുത്തതിന് ശേഷം യാതൊരു പേടിയുമില്ല. നമുക്ക് എന്ത് വന്നാലും അമ്മ കൂടെ ഉണ്ടെന്നുള്ള നല്ല വിശ്വാസത്തോടാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. പിന്നെ കാരുണ്യപ്രവൃത്തി, നമ്മൾ അനാഥാലയങ്ങളിൽ പോകും, അനാഥാലയങ്ങളിൽ പോയി അവിടെ ഭക്ഷണം കൊടുക്കും. പിന്നെ പൊതികൾ കെട്ടി വഴിയിലിരിക്കുന്ന എല്ലാ ഭിക്ഷക്കാർക്കും, അങ്ങനെയുള്ള ആൾക്കാർക്ക്, പിന്നെ രോഗമുള്ള ആൾക്കാർക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ധനസഹായം നമ്മൾ ചെയ്യും. അങ്ങനെ പിന്നെ ദിവസവും ബൈബിൾ വായിക്കും. പിന്നെ ദിവസവും ജപമാല ചൊല്ലും. ഒരു അമ്മയുടെ ജപമാല ചൊല്ലാതെ ഒരു ദിവസം പോലും പറ്റത്തില്ല എന്നൊരവസ്ഥയിലാണ് നമ്മളിപ്പോൾ. അങ്ങനെയെല്ലാം പിന്നെ എല്ലാവരും, നമ്മുടെ വീട്ടിലെല്ലാവർക്കും നല്ല വിശ്വാസമാണ്, എല്ലാവർക്കും നല്ല വിശ്വാസമാണ്. ഹസ്ബൻഡ് ആണെങ്കിലും എൻ്റെ ഒപ്പം എല്ലാ കാര്യത്തിനും, വെളുപ്പിനെ എഴുന്നേക്കാനും പ്രാർത്ഥിക്കാനും എല്ലാം പുള്ളി എപ്പോഴും എൻ്റെ കൂടെ തന്നെയാണ്. പത്രം വിതരണം ചെയ്യാനും എനിക്ക് നല്ല സപ്പോർട്ടായിട്ട് കൂടെയുണ്ട്. പിന്നെ നമ്മളെ കളിയാക്കുന്നവർ ഒരുപാട് പേരുണ്ട്. ഇങ്ങനെ വിശ്വാസത്തിൽ പോകുന്നത് കൊണ്ട് നമ്മളെ ഒരുപാട് പേര്, നമുക്കുള്ള ആൾക്കാരും അല്ലാത്തവരുമായിട്ട് ഒരുപാട് പേര് നമ്മളെ കളിയാക്കുന്നുണ്ട്. അതൊന്നും നമുക്കൊരു പ്രശ്നമല്ല. അമ്മയും യേശുപ്പയും കൂടെ ഉള്ളപ്പം നമുക്ക് ആരെയും പേടിക്കേണ്ട കാര്യമില്ല. ആര് കളിയാക്കിയാലും ഞങ്ങൾക്ക് പ്രശ്നമില്ല. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന ഈശോപ്പയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും 1000 നന്ദി പറയുകയാണ്. ഇനിയും മുമ്പോട്ടും ഈ ഉടമ്പടിയിൽ തന്നെ എൻ്റെ ജീവിതകാലം മുഴുവനും അമ്മ മാതാവിൻ്റെ ഉടമ്പടിയിൽ തന്നെ മുമ്പോട്ട് പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ പേര് ഡേവിഡ്. ഞാൻ കൽപ്പറമ്പിൽ നിന്ന് വരുന്നു. ഇതെൻ്റെ ഭാര്യ അങ്കിത, ഇതെൻ്റെ മൂത്ത മകൻ ക്രിസ്റ്റോ ഡേവിഡ്, ഇതെൻ്റെ ഇളയ മകൻ ക്രിസ്റ്റി ഡേവിഡ്. ഞാൻ ഉടമ്പടി എടുത്തത് 2024 ഒക്ടോബർ 4-നാണ്. ഞാൻ പല ജോലി പ്രശ്നം വഴി മാതാവ് എനിക്ക് ഗൾഫിലേക്ക് സാധിച്ചു. അതാണ് എൻ്റെ ഫസ്റ്റ് ഉടമ്പടി, ഫസ്റ്റ് സാക്ഷ്യം. അത് ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇതെൻ്റെ 2ാമത്തെ സാക്ഷിയാണ്. എൻ്റെ മകൻ ക്രിസ്റ്റോനെ പറ്റി സാക്ഷ്യം പറയാനാണ് ഞാനിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. മൂത്ത മകൻ മൈൽഡ് ഓട്ടിസം വഴി വളരെയധികം വേദനയിലൂടെയൊക്കെ നമ്മൾ കടന്നു പോവുകയുണ്ടായിരുന്നു. അത് ഭയങ്കര ഹൈപ്പർ ആക്ടിവിറ്റീസ് മൂലം സ്കൂളിലും അതേപോലെ തന്നെ നമ്മുടെ വീട്ടിലൊക്കെ ഭയങ്കര മറ്റുള്ളവരെ ശല്യം, ഉന്താനും തള്ളാനും തുപ്പാനും, അങ്ങനെ ഭയങ്കര നിലത്ത് നിന്ന് ഉരുളാനും പൊതു സ്ഥലത്തു നിന്ന് കൊണ്ടുപോകാൻ തന്നെ നമുക്ക് ഭയങ്കര ഇതായിരുന്നു. പക്ഷേ നമ്മൾ ഉടമ്പടി എടുത്ത് ഞാൻ ഉടമ്പടി എടുക്കുന്ന തൊട്ടടുത്തുള്ള ആൻറ്റി വഴി അറിഞ്ഞാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. അതിനുശേഷം ഉടമ്പടിയുടെ ധ്യാനം നമ്മൾ ഓൺലൈനിൽ കാണുകയും അതിൽ പറഞ്ഞ പ്രകാരം വചനപ്രകാരം എല്ലാം ചെയ്യാനും വചനം പഠിക്കാനും ധ്യാനിക്കാനൊക്കെ നമ്മൾ ശ്രമിച്ചു. അതുമൂലം മകനിൽ വളരെയധികം മാറ്റങ്ങൾ പിന്നീട് പ്രകടമായി. ഇവിടെ നിന്ന് അതായത് ഹോസ്പിറ്റലിൽ കാണിച്ചപ്പം മകനെ പറ്റി പറഞ്ഞതെന്ന് വെച്ചാൽ എൻ്റെ അസുഖം കൂടി വരാൻ ചാൻസ്, ഇനിയിപ്പോൾ ഇങ്ങനെ ആക്ടിവിറ്റീസും ഹൈപ്പർ ആക്ടിവിറ്റീസും ഒക്കെ കൂടുതൽ ഇതിലേക്ക് ഭയങ്കര കൂടി വരാനുള്ള സാധ്യത എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ നമ്മൾ കർത്താവിൽ വിശ്വാസമുണ്ടായിരുന്നു. പരിശുദ്ധ ഉടമ്പടിയിടത്തിലൂടെ പരിശുദ്ധ അമ്മയിലൂടെ വളരെയധികം അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കുകയുണ്ടായി. മകളിലും അത് പ്രകടമായി. പിന്നീട് ഇപ്പോൾ വളരെയധികം ശാന്തനാവുകയും എൻ്റെ സ്കൂളിലും
എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് ഇപ്പോൾ പറയണത്. പണ്ട് ഉച്ചവരെ ക്ലാസ്സിൽ വിട്ടിരുന്നുള്ളൂ. ഇപ്പോൾ ടീച്ചർമാർ തന്നെ പറഞ്ഞു, ഇപ്പോൾ നമ്മൾ മുഴുവൻ സമയം സ്കൂളിൽ തന്നെ വിടാനും നമുക്ക് സാധിക്കുന്നുണ്ട്. വളരെയധികം മാറ്റം ടീച്ചർമാർ തന്നെ ഇപ്പോൾ പറയണത്. ഇപ്പോൾ വളരെയധികം ശാന്തനാണ്, സ്നേഹത്തോടെയാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. വളരെയധികം മാറ്റം അതിൽ പ്രകടമായി. അപ്പോൾ നമ്മൾ ഉറച്ച് വിശ്വസിച്ച് കർത്താവിലും കർത്താവിൻ്റെ വചനത്തിലും വിശ്വസിച്ച് നമ്മൾ ഉടമ്പടി പ്രകാരം ചലിച്ചപ്പോൾ അതിനുള്ള മാറ്റങ്ങൾ പ്രകടമായി. മാതാവിലൂടെ നമ്മൾ വളരെയധികം പ്രാർത്ഥിച്ചിരുന്നു. ആശ്രമത്തിൽ വന്ന് പല പ്രാവശ്യം ഉടമ്പടി പുതുക്കാനും ഉടമ്പടിയിലെ ചട്ടങ്ങോട്ടങ്ങൾ എല്ലാം പാലിക്കാൻ നാം ശ്രമിച്ചിരുന്നു. ഉടമ്പടി തൈലം പുരട്ടാനും അതേപോലെ ഉപ്പ്, തേൻ മുതലായവ നമ്മൾ വേണ്ട വിധം ചെയ്യാനും നമ്മൾ ശ്രമിച്ചിരുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ മാറ്റം എന്നോണം നമ്മൾ ദൈവത്തിൽ നിന്ന് നമുക്ക് അനുഗ്രഹങ്ങൾ ലഭിച്ച വിശ്വസിക്കുന്നു. ലൂക്ക 1:37 പറഞ്ഞ പ്രകാരം ദൈവത്തിനൊന്നും അസാധ്യമായില്ല. ജോസഫ് അച്ഛൻ പറയണ പോലെ ഇറ്റ് ഈസ് നോട്ട് അവർ മെറിറ്റ്, ഇറ്റ് ഈസ് ഗ്രേസ് ഫ്രം ലോട്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. പരിശുദ്ധ മാതാവ് വഴി ദൈവത്തിൽ നിന്ന് ലഭിച്ച ഈ അനുഗ്രഹങ്ങൾ കൊടാനുഗ്രഹങ്ങൾ വളരെയധികം ഞാൻ നന്ദി പറയുന്നു. ഞാനും എൻ്റെ കുടുംബവും ഏറ്റുപറയുന്നു, യേശുവിനെ ഏറ്റുപറയുന്നു. ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ഉടമ്പടി പാത്രം എല്ലാവരോടും നമുക്ക് കിട്ടിയ സാക്ഷ്യം അനുഗ്രഹങ്ങളൊക്കെ പറഞ്ഞ് എല്ലാവരെയും ഈ ഉടമ്പടിയിൽ ആ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാൻ നാം ശ്രമിച്ചിരുന്നു. ഹോസ്പിറ്റലുകളിലും ഗവൺമെൻറ് ആശുപത്രികളിലും എല്ലാം പോയി അവിടുത്തെ രോഗികളെ സന്ദർശിച്ച് നമുക്ക് പറ്റണ പോലെ നമ്മുടെ തന്നെ എക്സ്പീരിയൻസ് നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കാനും നാം ശ്രമിച്ചിരുന്നു. പിന്നെ വയസ്സായവരും നമ്മുടെ റിലേറ്റീവ്സ് ഉള്ളവരുടെ അവശരായവരെയൊക്കെ സന്ദർശിച്ച് ഈ കാശുരൂപം വെച്ച് അവരെ പ്രാർത്ഥിക്കുന്ന വഴി അതിലൂടെ കുറേ ഡെലിവറൻസ് ലഭിച്ചതായും എനിക്ക് സാക്ഷ്യം പറയാനുണ്ട്. പിന്നെ ഞാൻ അതേ പ്രകാരം ഞാൻ ധ്യാനം കൂടുവാനും പിന്നെ ആധ്യാത്മിക ജീവിതത്തിൽ കുമ്പസാരം ആഴ്ചയിൽ 2 പ്രാവശ്യം, മാസത്തിൽ 2 പ്രാവശ്യം, രണ്ടാഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കാനും ഞാൻ ചെയ്തിരുന്നു. കുർബാനകളിൽ ഞായറാഴ്ച കുർബാന മുടക്കമില്ലാതെ പോവുകയും അതേപോലെ പ്രകാരം സാധിക്കുന്ന സമയങ്ങളിലൊക്കെ പരിശുദ്ധ കുർബാന ഭക്തിപൂർവ്വം അർപ്പിക്കാനും ഞാൻ ശ്രമിച്ചിരുന്നു. ദൈവത്തിൽ നിന്ന് ലഭിച്ച ഈ അനുഗ്രഹങ്ങളെല്ലാം നമ്മൾ ദൈവത്തിൽ നിന്ന് ലഭിച്ച കൃപയായി. ഒന്നും നമ്മുടെ മെറിറ്റല്ല, നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്നു. പിന്നെ യേശുവിനെ പറ്റിയും മാതാവിനെ പറ്റിയും മറ്റുള്ളവരുടെ അടുത്ത് പറയാൻ കിട്ടുന്ന സാഹചര്യം ഞാൻ പരമാവധി പരിശുദ്ധാത്മാവിൻ്റെ കൃപയാൽ മറ്റുള്ളവരിലേക്ക് ദൈവത്തെ എത്തിക്കാനും നമ്മുടെ അമ്മ മാതാവ് വഴിയായി നമുക്ക് ലഭിച്ച ഈ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈ വിശ്വാസവും മറ്റുള്ളവരിലേക്ക് നൽകാനും നമുക്ക് കഴിയും പ്രകാരം ഞാൻ ചെയ്തിരുന്നു. എൻ്റെ ജോലി മേഖലയിലാണെങ്കിലും തന്നെയും ജോലി സ്ഥലങ്ങളിലും അതേപോലെ തന്നെ നമ്മുടെ കുടുംബത്തിലും നമ്മുടെ റിലേറ്റീവ്സ് സുഹൃത്തുക്കളിലും എല്ലാം ദൈവത്തിൻ്റെ വചനപ്രകാരം വചനം ഷെയർ ചെയ്യാനും എല്ലാം ഞാൻ പറ്റും വിധം ഞാൻ ചെയ്തിരുന്നു. കൂടാതെ വളരെ ഞാൻ ധ്യാനത്തിന് സംബന്ധിക്കാനും ഉടമ്പടി ധ്യാന ചൊവ്വാഴ്ചകളിലെ ഓൺലൈനായിട്ട് സംബന്ധിക്കും. അതേപോലെ ഡെയിലി ബ്രെഡ് അത് സംബന്ധിക്കുമായിരുന്നു. അത് ഡെയിലി കണ്ടിന്യൂസ് എല്ലാം ഉടമ്പടി പ്രാർത്ഥനകൾ മുടക്കം കൂടാതെയൊക്കെ നാം ചെയ്തിരുന്നു. ഉപ്പ്, തേൻ മുതലായവ ഉപയോഗിച്ചിരുന്നു. ഇതിലൂടെയൊക്കെ പിന്നെ നമ്മുടെ വേതനത്തിൻ്റെ ഒരു വിഹിതം ലഭിക്കും. അത് പാവപ്പെട്ട കാരുണ്യ പ്രവൃത്തിയായിട്ട് പാവപ്പെട്ടവരെ സഹായിക്കാനായിട്ട് ഉപയോഗിച്ചിരുന്നു. പിന്നെ രോഗികൾക്കും അവസരക്കും എല്ലാം കർത്താവിനെ പറ്റി അറിയാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ഞാൻ സമയം കണ്ടെത്തിയിരുന്നു. എല്ലാം ദൈവത്തിൻ്റെ കൃപയാലാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഒന്നും നമ്മുടെ മെറിറ്റോ നമ്മുടെ യോഗ്യതയോ അല്ല, പരിശുദ്ധാത്മാവിൻ്റെ കൃപയാൽ നമുക്കത് സാധിച്ചു. നമ്മുടെ കുടുംബത്തിന് ദൈവം നൽകിയ അതായത് ലൂക്ക 1:37 പറഞ്ഞ ദൈവത്തിനൊന്നും അസാധ്യമായില്ല എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. എൻ്റെ ഈ അവസ്ഥയിലും ദൈവം ഈ പ്രവർത്തിച്ചത്, ഈ കൊച്ചിൻ്റെ ഈ അവസ്ഥയിലും ഡോക്ടർമാർ പോലും തള്ളിക്കളഞ്ഞ ഈ അവസ്ഥയിൽ ഞാൻ ഉറച്ചു വിശ്വസിച്ച പ്രകാരം എനിക്ക് പരിശുദ്ധാത്മാവാണ് ശക്തി നൽകിയത്.
ഈ വചനത്തിൽ വിശ്വസിച്ച് ദൈവം അത്ഭുതം പ്രവർത്തിക്കും. അതായത് രോഗിയുടെ അടുത്ത് കർത്താവ് പറയേണ്ടല്ലോ, നിൻ്റെയോ ഇവൻ്റെയോ അത് പ്രകാരം ഇവൻ്റെ കുടുംബത്തിൻ്റെയോ പ്രോബ്ലം മൂലമല്ല പിന്നെ സംഭവിച്ചത്, ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കാൻ വേണ്ടിയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ദൈവം നമ്മൾ പ്രവർത്തിക്കാനായിട്ട്, ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങളിലെല്ലാം പ്രവർത്തിക്കാനായിട്ടാണ് ഈ ഓരോ തീക്ഷ്ണമായ ഇതിലൂടെ ഓരോ പീഡനങ്ങളിലൂടെ കടന്നുപോയതെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ദൈവത്തിനും അമ്മ മാതാവിനും 1000 നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ സാക്ഷ്യം. എൻ്റെ പേര് മെർലിൻ, ഞാൻ കോഴിക്കോട് നിന്ന് വരുന്നു. ഇത് എൻ്റെ ഭർത്താവിൻ്റെ അമ്മയാണ്, ഇതെൻ്റെ കുഞ്ഞ്. ഞാൻ ഇവിടെ പറയാൻ പോകുന്ന എൻ്റെ 3ാമത്തെ ഉടമ്പടി സാക്ഷ്യമാണ്. എനിക്ക് 6 വർഷമായിട്ട് കുട്ടികളില്ലായിരുന്നു. 2018 ഡിസംബർ 24 മുതലാണ് ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുന്നത്. 2018 എൻ്റെ വിവാഹം നടക്കാൻ വേണ്ടിയായിരുന്നു ഞാൻ ഉടമ്പടി എടുത്തത്. അതിൻ്റെ സാക്ഷ്യങ്ങൾ ഞാൻ മുൻപിൽ പറഞ്ഞിട്ടുണ്ട്. 6 വർഷമായിട്ട് കുട്ടികളില്ലെങ്കിലും ഞാൻ ദൈവത്തിൽ തന്നെ വിശ്വസിച്ച് മുന്നോട്ട് പോവുകയായിരുന്നു. അതിനുവേണ്ടി പ്രത്യേകമായിട്ടൊരു ട്രീറ്റ്മെൻറ്റിനോ ഹോസ്പിറ്റലിലോ ഞാൻ പോയിട്ടില്ല. എനിക്ക് ദൈവം എല്ലാം അതിൻ്റേതായ തക്ക സമയത്ത് ഇന്നോളം തന്നിട്ടുണ്ട്. അപ്പോൾ ദൈവത്തിനൊരു സമയം, ഒരു പദ്ധതി എന്നെക്കുറിച്ച് ഉണ്ടെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിച്ചു. അതുകൊണ്ട് കുട്ടികളില്ലാത്ത ചോദ്യങ്ങൾ വരുമ്പോഴും ദൈവം എനിക്ക് തരും എന്ന് ഞാൻ വിശ്വസിച്ചു. 6 വർഷമായിട്ട് ഉടമ്പടി പുതുക്കിക്കൊണ്ടിരുന്നു. പിന്നെ എല്ലാവരും ചോദിക്കുന്ന കണ്ടപ്പോൾ ഇനിയും കുറച്ചും കൂടെ സമയം ചുരുക്കം നടക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. ഞാൻ അച്ഛനെ വന്ന് കൈവെപ്പ് ശുശ്രൂഷയ്ക്ക് വേണ്ടി ജോസഫ് അച്ഛൻ്റെ അടുത്ത് വരികയും തൈലം പൂശി പ്രാർത്ഥിക്കുകയും ചെയ്തു. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് പ്രാർത്ഥിച്ചത്: എൻ്റെ യോഗ്യതയല്ല, അച്ഛൻ്റെ പൗരോഹിത്യത്തിൻ്റെ യോഗ്യതയിൽ എനിക്കൊരു കുഞ്ഞിനെ തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. അതിൻ്റെ ഫലമായിട്ട് ഞാൻ 1 ജാനുവരി 2025 ഇവിടെ വന്ന് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചത്. ഫെബ്രുവരി 11 ആയപ്പോഴത്തേക്ക് ഞാൻ കൺസീവ് ആവുകയും നവംബർ 12 2025 ദൈവം എനിക്കൊരു ആൺകുഞ്ഞിനെ നൽകി അനുഗ്രഹിക്കുകയും ചെയ്തു. അവൻ്റെ പേര് നദാനിയൽ എന്നാണ് ഇട്ടത്. കാരണം ഇത് എൻ്റെ യോഗ്യതയിൽ കിട്ടിയതല്ല, പൂർണ്ണമായിട്ടും ദൈവത്തിൻ്റെ ദാനമാണ്. ഇതാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം. എൻ്റെ കുഞ്ഞ് ഗർഭിണിയായ സമയത്ത് സ്കാനിങ്ങിന് പോകുമ്പം എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. കാരണം എനിക്ക് 35 വയസ്സുണ്ട്. അപ്പോൾ 35 വയസ്സുള്ള ഒരാൾ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് കുട്ടികൾക്ക് കാണിക്കുന്ന പതിവാണ്. അപ്പം ഞാൻ അതുകൊണ്ട് സ്കാനിങ്ങിന് പോകുമ്പോൾ ടെൻഷൻ അടിച്ചായിരുന്നു ഇരുന്നത്. എൻ്റെ ഫസ്റ്റ് സ്കാനിങ്ങിന് പോകുന്നതിന് മുന്നേ ആയിട്ട് എനിക്ക് സ്വപ്നത്തിൽ ജോസഫ് അച്ഛൻ സ്വപ്നത്തിൽ കാണുകയും അച്ഛൻ എൻ്റെ എല്ലാ സ്കാനിങ്ങിൽ ചെയ്യുന്ന എല്ലാ ഇമേജസും ഇങ്ങനെ ബ്ലസ് ചെയ്യുന്നതായിട്ട് എനിക്കൊരു സ്വപ്ന ദർശനം ഉണ്ടായി. പിന്നീട് നടന്ന എൻ്റെ ഒരു സ്കാനിങ്ങിലും എനിക്ക് കുഞ്ഞിന് പ്രോബ്ലംസ് ആയിട്ട് ഒന്നും പറഞ്ഞില്ല. കാരണം എൻ്റെ പ്രഗ്നൻസിയുടെ ആ സമയം വരെയും എൻ്റെ കൊച്ചിന് ഒരു പ്രശ്നമായിട്ട് പറഞ്ഞില്ല. അത് ദൈവമാതാവ് ചെയ്തു തന്ന ഏറ്റവും വലിയ ഒരു ഉപകാരമാണ്. അതുപോലെ തന്നെ ഈ കുഞ്ഞുണ്ടാവുന്നതിന് മുന്നേ എൻ്റെ അമ്മയ്ക്കും അതുപോലെ തന്നെ എൻ്റെ നാത്തൂനും മെഴുകുതിരിയിൽ ഒരു കുഞ്ഞിൻ്റെ ഭ്രൂണം പോലെ വരികയും അതുപോലെ തന്നെ വേളാങ്കണ്ണി മാതാവിൻ്റെ രൂപത്തിൽ ഒരു കുഞ്ഞിനെ എടുത്ത് നിൽക്കുന്നതായിട്ട് ഒരു ഡിസംബർ 12 കാണുകയുണ്ടായി. എല്ലാ മാസവും ഒരു 12 എനിക്ക് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. കുട്ടിയുടെ എന്തെങ്കിലും ഒരു പ്രോഗ്രസ് ഉണ്ടാവുമെന്ന്. അപ്പോൾ എല്ലാ മാസം 12 ഞാൻ കാത്തിരിക്കും എന്താ പറയേണ്ടതെന്ന്. മാതാവ് അനുഗ്രഹിച്ച് നവംബർ 12 എനിക്കൊരു നല്ല കുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചു. മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. രണ്ടാമതായിട്ട് ഞാൻ ജർമ്മനിയിലാണ്. അപ്പം ജർമ്മനിയിൽ 2022 ഉടമ്പടി പ്രകാരം മാതാവ് എനിക്കൊരു നല്ലൊരു ഭവനം തന്നിരുന്നു. പക്ഷേ അതിൻ്റെ കോൺട്രാക്റ്റ് തീരുമായിരുന്നു ഈ വർഷം. തീർന്നു കഴിഞ്ഞാൽ ഇനി പുതിയൊരു വീട് ലഭിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ആ കോൺട്രാക്റ്റ് ഈ വർഷം കൂടെ എക്സ്റ്റെൻഡ് ആവണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. അതിൻ്റെ ഫലമായിട്ട് ആ കോൺട്രാക്റ്റ് എക്സ്റ്റെൻഡ് ആവാൻ സാധിച്ചു. അതുപോലെ എൻ്റെ അമ്മയ്ക്ക് 5 വർഷമായിട്ട് കയ്യിൽ അരിമ്പാറുണ്ടായിരുന്നു. ഈ കുഞ്ഞ് ജനിച്ചവനെ കുളിപ്പിക്കാനാകുമ്പോഴത്തേക്കെങ്കിലും അത് മാറ്റിത്തരണേ മാതാവേ എന്ന് പ്രാർത്ഥിച്ച് ഉടമ്പടി തൈലം തൊട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഇവനെ കുളിപ്പിക്കേണ്ട സമയമായപ്പോഴത്തേക്ക് അമ്മയുടെ കയ്യിൽ നിന്ന് അരിമ്പാറ പൂർണ്ണമായിട്ട് മാറ്റി. ഈ അവസരത്തിലൊക്കെ അമ്മ ഉടമ്പടി തൈലവും ഉപ്പൊക്കെ ഉപയോഗിക്കുമായിരുന്നു. ഈ പ്രഗ്നൻസി ടൈമിൽ എനിക്ക് ഹൈ തൈറോയ്ഡ് ഇഷ്യൂസ് ഉണ്ടായിരുന്നു.
അപ്പോൾ ഈ പ്രഗ്നൻസി കഴിഞ്ഞ് മെഡിസിൻ ഇല്ലാതെ തൈറോയ്ഡ് ചെക്ക് ചെയ്യുന്ന ഒരു അവസരം വന്നപ്പോൾ ഞാൻ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചായിരുന്നു, എനിക്ക് തൈറോയിഡിൻ്റെ ഇഷ്യൂ ഇനി കാണിക്കരുത്, ജീവിതാവസാനം വരെ മരുന്ന് കഴിക്കേണ്ട അവസ്ഥ വരും. അത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടും സാക്ഷ്യം പറയാം, അമ്മയുടെ പ്രതിഷ്ഠീകരണത്തിൻ്റെ സാക്ഷിയായി പറഞ്ഞേക്കാമെന്ന് നേർന്നതിൻ്റെ ഫലമായിട്ടും എനിക്ക് പിന്നീട് തൈറോയ്ഡ് ചെക്ക് ചെയ്ത സമയത്ത് എൻ്റെ തൈറോയ്ഡ് പൂർണ്ണമായിട്ടും മാറിക്കിട്ടി. ഞാൻ ഇതിനു വേണ്ടി 2018 മുതൽ ഞാൻ പ്രേക്ഷണ പ്രവർത്തനം ചെയ്യുന്ന ആളാണ്. ഇപ്പോൾ ഈ കുഞ്ഞ് ജനിക്കുന്നതിന് മുന്നേ ഞാൻ ഉടമ്പടി പുതുക്കിയപ്പോഴും ഞാൻ എല്ലായിടത്തും പോയി പ്രേക്ഷണ പ്രവർത്തനം ഏത് മതസ്ഥർക്കാണെങ്കിലും ഞാൻ പത്രം കൊടുക്കും. എവിടെ ഗ്രോട്ടോയിൽ പത്രം ഇരുന്നാലും, ഇപ്പോൾ പഴയ പത്രമാണെങ്കിലും ഇപ്പം നനഞ്ഞിരിക്കുന്ന പത്രമാണെങ്കിലും ഞാനത് ഉണക്കിയാണെങ്കിലും എല്ലാവർക്കും എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ കൊടുക്കും. ഇപ്പോൾ സന്തോഷത്തോടെ സ്വീകരിക്കുന്നവർക്ക് അങ്ങനെ, ഇനി ആരും വേണ്ട എന്ന് പറഞ്ഞാലും ഞാൻ അങ്ങനെ ഒന്നും പ്രത്യേകിച്ചൊന്നും പറയത്തില്ല, എൻ്റെ കയ്യിൽ തന്നെ വെക്കുകയുള്ളൂ. ഞാൻ എൻ്റെ എല്ലാ പത്രത്തിലും ഉടമ്പടി തൈലം പൂശും. 2021-22 കാലഘട്ടത്തിലൊക്കെയാണെങ്കിൽ ഞാൻ കാശ് രൂപം കൊണ്ട് കൊടുക്കുമായിരുന്നു. അതുപോലെ തന്നെ പ്രാർത്ഥന എഴുതി അതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കുമായിരുന്നു. ഇതൊക്കെയാണ് എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം. കാരുണ്യപ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ജർമ്മനിയിലായതുകൊണ്ട് ഞാൻ കൂടുതലായിട്ടും പൈസയ്ക്ക് ആവശ്യമുള്ള ആർക്കെങ്കിലും രോഗികളായിട്ടുള്ളവർക്ക് പൈസ കൊടുത്ത് സഹായിക്കാറാണ് പതിവ്. പ്രഗ്നൻസി ടൈമിൽ എനിക്ക് മൂക്കിക്കൂടെ ബ്ലഡ് വരുമായിരുന്നു. അപ്പോൾ മൂക്കിക്കൂടെ ബ്ലഡ് വരുമ്പോൾ ക്യാൻസർ അങ്ങനെയൊക്കെ ആവുന്ന ടെൻഷനായതുകൊണ്ട് ഞാൻ മാതാവിന് 2ാമത്തെ നിയോഗമെന്ന് വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു, മൂക്കിക്കൂടെയുള്ള ബ്ലഡ് വരരുതെന്ന്. ആ നിയോഗം വെച്ചതിൻ്റെ ഫലമായിട്ട് പിന്നെ മൂക്കിക്കൂടെ ബ്ലഡ് വന്നില്ല. കുഞ്ഞുണ്ടായപ്പോൾ കുഞ്ഞിന് പാല് മൂക്കിക്കൂടെ വരുമായിരുന്നു. അപ്പം കൃപാസനത്തിൽ പ്രാർത്ഥിച്ച് ഉടമ്പടി തൈലം തൊട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ അവന് മൂക്കിക്കൂടെ പാല് വരുന്ന പ്രശ്നം മാറിക്കിട്ടി. ഇത്രയധികം അനുഗ്രഹം തന്ന തിരുക്കുമാരനും പരിശുദ്ധ അമ്മയ്ക്കും 1000 നന്ദി പറയുന്നു. ഇതിലൂടെ ദൈവപിതാവിന് മഹത്വമുണ്ടായി. ഈ അൾത്താരയിൽ സാക്ഷ്യം പറയാൻ അനുഗ്രഹിച്ചതിന് പരിശുദ്ധ അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം പറയുന്നു. എൻ്റെ പേര് അനു. ഞാൻ വരുന്നത് ഏറ്റുമാനൂരിൽ നിന്നാണ്. സെൻറ്റ് മേരീസ് ചർച്ച് വേദഗിരി ഇടഭാഗമാണ്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് 11/2/2025 ഉടമ്പടിയുടെ കാര്യം ഞാൻ അറിയുന്നത് എൻ്റെ അമ്മ വഴിയായിരുന്നു. അമ്മ ആദ്യം ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിരുന്നു. അങ്ങനെ ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുൻപ് ഞാൻ വിദേശ പഠനത്തിനായി ജർമ്മനിക്ക് പോകാനായിട്ട് ലാംഗ്വേജ് പഠിക്കുന്ന സമയത്തായിരുന്നു ഉടമ്പടി എടുത്തിരുന്നത്. ഉടമ്പടി എടുക്കുന്നതിന് മുൻപ് തന്നെ ഞാൻ ആദ്യം ഒന്ന് എക്സാം, എൻ്റെ കൂടെ ഉള്ള കുട്ടികളും ഞാനും എക്സാം എഴുതാനായിട്ട് പോയിരുന്നു. ആ എക്സാമിന് ഞാൻ നന്നായി പ്രാർത്ഥിച്ചിരുന്നെങ്കിലും എൻ്റെ മെറിറ്റിലായിരുന്നു ഞാൻ കൂടുതൽ വിശ്വസിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ആ എക്സാം നന്നായിട്ട് എഴുതാൻ പറ്റിയില്ല, വിജയിക്കാൻ സാധിച്ചില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് എൻ്റെ മെറിറ്റ് കൊണ്ടല്ല, മാതാവിൻ്റെയും ഈശോയുടെയും കൃപ കൊണ്ട് മാത്രമേ എനിക്ക് പാസ്സാവാൻ സാധിക്കുകയുള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്തു. ഉടമ്പടിയുടെ എല്ലാ നിബന്ധനകളും കറക്റ്റായിട്ട് ഞാൻ പാലിച്ചു. എല്ലാ ദിവസവും പള്ളിയിൽ പോയി കുർബാന സ്വീകരിച്ചു. 15 ദിവസം കൂടുമ്പോൾ കുമ്പസാരിച്ചു. 1 മണിക്കൂർ ബൈബിൾ വായിക്കാൻ തുടങ്ങി. അരമണിക്കൂർ ഞാൻ വ്യക്തിപരമായി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ എല്ലാ നിബന്ധനകളും കറക്റ്റായിട്ട് പാലിച്ചു. എന്നും 5:30 പ്രതീക്ഷീകരണ പ്രാർത്ഥന മുടങ്ങാതെ ഞാൻ ചെല്ലുമായിരുന്നു. അച്ഛൻ്റെ ഡെയിലി ബ്ലെസ്സിങ് സ്റ്റാറ്റസ് ഇടുകയും ഷെയർ ചെയ്യുകയും വചനങ്ങൾ എഴുതി അയക്കുകയും ചെയ്യുമായിരുന്നു. വചനങ്ങൾ എഴുതാൻ തുടങ്ങി. അങ്ങനെ ഞാൻ അടുത്ത എക്സാമിന് വേണ്ടി ആദ്യമായി സ്ലോട്ട് എടുത്തു. മാർച്ചിൽ എക്സാമിന് സ്ലോട്ട് എടുത്തു. ആദ്യം തന്നെ എഴുതാനിരുന്നത് സ്പീക്കിങ്ങും റൈറ്റിങ്ങും ആണ്. ആദ്യമായിട്ട് എഴുതുന്നതുകൊണ്ട് തന്നെ നല്ല പേടിയുണ്ടായിരുന്നു. അഡ്വൈസ് ചോദിച്ചവരെല്ലാം പറഞ്ഞത് ഏറ്റവും പാടുള്ള എക്സാമാണ്, ആദ്യത്തെ അറ്റംപ്റ്റിന് കിട്ടത്തില്ല, 2 തവണയൊക്കെ എഴുതി കഴിയുമ്പം പാസ്സാകുമായിരിക്കും എന്നാണ് പറയുന്നത്. പക്ഷേ ഉടമ്പടിയിൽ ഞാൻ പൂർണ്ണമായി വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നതിന് മുന്നേ ഞാനൊരു വചനം എഴുതി പ്രാർത്ഥിക്കുമായിരുന്നു. നീ അവരെ ഭയപ്പെടേണ്ട, നിൻ്റെ രക്ഷയ്ക്ക് നിന്നോട് കൂടെ ഞാനുണ്ട്. ജെറമ്യ 1:8. ഈ വചനം എഴുതി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ആദ്യത്തെ എക്സാമിന് പോയി. 2 എക്സാമും വളരെ ടഫുള്ള എക്സാമായിരുന്നു. എക്സാം ഹാളിൽ കയറി ഞാൻ ഉടമ്പടി വസ്തുക്കളും ഉടമ്പടി തൈലവും കാശുരൂപം ഡ്രസ്സിൽ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ സുഹൃത്തിന് ഞാൻ ഉടമ്പടി തൈലം വെച്ച് നെറ്റിയിൽ കുരിശ് വരച്ച് കൊടുത്തിരുന്നു. അങ്ങനെ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് ഞാൻ എക്സാം ഹാളിൽ കയറി. ഇടയ്ക്ക് പാടായി പോയപ്പോഴും പറയാൻ പറ്റാതെ വന്ന സമയത്ത് ഉടമ്പടി കാശുരൂപത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് അവർ ചോദിച്ചതിന് എനിക്ക് ഉത്തരം പറയാൻ സാധിച്ചു. അങ്ങനെ എക്സാം ഹാളിൽ നിന്ന് ഇറങ്ങി. ആ എക്സാമിൻ്റെ ആദ്യത്തെ അനുഗ്രഹം എനിക്ക് കിട്ടിയത് 10 മണി തൊട്ട് 6 മണി വരെയുള്ള എക്സാമിന് എനിക്ക് 10 മണിക്ക് തന്നെ എക്സാമിന്
അറ്റൻഡ് ചെയ്യാൻ പറ്റി. അത് തന്നെയായിരുന്നു ഏറ്റവും വലിയ അനുഗ്രഹം. വേഗം തന്നെ എക്സാം എഴുതി ഇറങ്ങാൻ പറ്റി. പിറ്റേ ദിവസം എക്സാമിന് കയറി, റൈറ്റിങ്ങിന് കയറി. എനിക്കറിയാത്തൊരു ടോപ്പിക്ക് വന്നു. ഉടമ്പടി ഉപ്പ് ഞാൻ എഴുതുന്ന പേപ്പറിൻ്റെ മുന്നിൽ വിതറിയിട്ടായിരുന്നു വിശ്വാസ പ്രമാണം ചൊല്ലി എഴുതിയത്. കറക്റ്റ് സമയത്ത് എഴുതി ഞാൻ കൊടുത്തു. റിസൾട്ട് വന്നപ്പോൾ ഒരു തടസ്സവും കൂടാതെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എനിക്കത് പാസ്സാവാൻ പറ്റി. അത് കഴിഞ്ഞ് ഞാൻ സെക്കൻഡ് എക്സാമിന് സ്ലോട്ട് എടുത്തു. രണ്ടാമത്തെ എക്സാം ഞാൻ എഴുതാൻ വേണ്ടി പോയപ്പം ഹോളി വീക്ക് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് വീക്കായിരുന്നു. ഹോളി വീക്കിൽ 7 ദിവസവും ഞാൻ ഉടമ്പടിയിൽ നന്നായിട്ട് പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ചു. ഉപവാസത്തിലൂടെയും നന്നായിട്ട് പ്രാർത്ഥിച്ചു. അടുത്ത എക്സാമിന് അപ്പിയർ ചെയ്തു. അങ്ങനെ ആ 2 എക്സാമും ഞാൻ ചെന്നു. ആ എക്സാമിന് പോയപ്പോൾ ഞാൻ വേറൊരു വചനം പഠിച്ചു. നിനക്ക് നഷ്ടപ്പെട്ടത് ഞാൻ 7 ഇരട്ടിയായിട്ട് നിനക്ക് തിരിച്ചു തരും, മുൻപത്തേതുപോലെ തന്നെ നിന്നെ ഞാൻ വീണ്ടും സഹായിക്കും എന്നുള്ള വചനം. ജോയൽ പ്രവാചകൻ 2:25. ആ വചനം എഴുതി ഞാൻ പ്രാർത്ഥിച്ചു. എക്സാമിന് അറ്റൻഡ് ചെയ്തു. ഏറ്റവും നല്ല മാർക്കോടുകൂടി 7 ഇരട്ടിയായിട്ട് അമ്മ മാതാവ് എനിക്ക് ആ എക്സാമിന് എന്നെ പാസ്സാക്കി. 100ൽ 90 മാർക്ക് തന്നി, ഏറ്റവും നല്ല മാർക്ക് തന്നി. 2 എക്സാമിനും എന്നെ പാസ്സാക്കി. അത് ഞാൻ അടുത്ത പ്രോസസ്സിങ്ങിനായിട്ട് കൊടുത്തു, ഏജൻസിയിൽ കൊടുത്തു. എല്ലാ കാര്യങ്ങളും സ്മൂത്തായിട്ട് പോയി. അങ്ങനെ ഉടമ്പടി ജൂണിൽ ഞാൻ വീണ്ടും പുതുക്കി എക്സാം പുതുക്കി കഴിഞ്ഞ് അടുത്ത ഇൻ്റർവ്യൂ എക്സാമിന് വേണ്ടി ഞാൻ പ്രിപ്പയർ ചെയ്തു. വിശുദ്ധ വസ്തുക്കളെല്ലാം ഞാൻ ഉപയോഗിച്ചിരുന്നു. ഉടമ്പടി കാശുരൂപ മുറുകെ പിടിച്ചുകൊണ്ടാണ് ഇൻ്റർവ്യൂ അപ്പിയർ ചെയ്തത്. അതും ഒരു തടസ്സവും കൂടാതെ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റി. വിസ പ്രോസസ്സിങ്ങിനായിട്ട് കൊടുത്തു. വിസയ്ക്ക് അപ്പോയിൻമെൻ്റ് എടുത്ത് കൊടുത്തു കഴിഞ്ഞ് ജൂലൈയിലേക്ക് സ്ലോട്ട് എടുത്തു. അങ്ങനെ ഒരു തടസ്സവും കൂടാതെ മുന്നോട്ട് പോയപ്പോഴാണ് അറിഞ്ഞത് ഓൺലൈനായിട്ട് വിസയ്ക്ക് അപ്പോയിൻമെൻ്റ് എടുത്തവർക്ക് ജർമ്മനിയിൽ ഇപ്പം പുതിയ നിയമം മാറി. അപ്പോൾ CSP എന്നുള്ള ഒരു പോർട്ടൽ വഴി നമുക്ക് അപ്രൂവൽ വരാണ്ട് ഒരിക്കലും വിസയ്ക്ക് അവിടെ ചെല്ലാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ആ ഒരു തടസ്സം മുന്നിൽ കണ്ട് പേടിച്ചു നിന്നു, പ്രാർത്ഥിച്ചു. പക്ഷേ ഓരോ ദിവസം പോകുന്തോറും ഓരോ തടസ്സങ്ങളാണ് വന്നുകൊണ്ടിരുന്നത്. 2 തൊട്ട് 6 മാസം വരെ വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഏജൻസിയിൽ നിന്ന് അറിയിച്ചു പോകാൻ പറ്റില്ലായിരിക്കും, തടസ്സമാണ്, അടുത്ത മാർച്ചിലേക്ക് പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ സെപ്റ്റംബർ വരെ നോക്കി നിന്നു, വന്നില്ല. ഒക്ടോബർ 1 ക്ലാസ് തുടങ്ങും. സെപ്റ്റംബർ 15 ഞാനിവിടെ വന്ന് ഉടമ്പടി പുതുക്കി അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു. അച്ഛൻ 36 ദിവസം 36 എന്നുള്ളൊരു നമ്പർ തന്നു. അങ്ങനെ 36 ദിവസത്തിനുള്ളിൽ നീ പോകുമെന്ന് പറഞ്ഞു. ആ നമ്പർ വെച്ച് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം തന്നെ ഏജൻസിയിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾക്ക് സ്പെഷ്യലായിട്ടൊരു അപ്പോയിൻമെൻറ്റ് തരാം എല്ലാവർക്കും, ഈ ഇൻടേക്കിന് പോകുന്നവർക്ക്. അങ്ങനെ ഈ ഇൻടേക്കിന് പോകുന്നവർക്ക് സ്പെഷ്യലായിട്ടുള്ള അപ്പോയിൻമെൻറ്റ് തന്നു. അത് കഴിഞ്ഞുള്ള പിറ്റേ ദിവസം അപ്രൂവലിൻ്റെ ആദ്യത്തെ മെയിൽ വന്നു. അങ്ങനെ എല്ലാ തടസ്സങ്ങളും മാറി. 22-ാം തീയതി വിസയ്ക്ക് വെച്ചു. പക്ഷേ ടൈമില്ല എന്നുള്ളത് അവർ അറിയിച്ചു. ഒക്ടോബർ 1 ക്ലാസ് തുടങ്ങും. 7 തൊട്ട് 14 ദിവസം വരെ നമ്മൾ വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. 14 ദിവസം കഴിഞ്ഞു, വിസ വന്നില്ല. അങ്ങനെ വിസ വന്നവരെല്ലാം കയറി പോകാൻ തുടങ്ങി. പിറ്റേ ദിവസം തന്നെ പോകണം, അല്ലെ അന്ന് തന്നെ പോകണമെന്ന് പറഞ്ഞു. 14 ദിവസം കഴിഞ്ഞു. ഒക്ടോബർ 1 കഴിഞ്ഞു. വീണ്ടും നിരാശയിലേക്ക് പോയി. പക്ഷെ പ്രാർത്ഥനയിൽ മുറുകെ പിടിച്ചിരുന്നു. പ്രാർത്ഥനയോട് തന്നെ മുന്നോട്ട് പോയി. 14-ാം തീയതി ഡിസ്പാച്ച് മെയിൽ വന്നു. അങ്ങനെ 16-ാം തീയതി എനിക്ക് വിസ സ്റ്റാമ്പ് ചെയ്ത് കിട്ടി. പക്ഷേ വിസ കിട്ടിക്കഴിഞ്ഞ് എല്ലാ തടസ്സങ്ങളും മാറി. എല്ലാവരോടും പോകുക, പിറ്റേ ദിവസം പോകണം എന്ന് പറഞ്ഞു വീട്ടിൽ വന്നു. കൊന്തമാസമായിരുന്നു. ജപമാല കഴിഞ്ഞ് വീട്ടിൽ വന്നു. 8 മണിയായിട്ടും ഇവരിതുവരെ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന കാര്യം പറയുന്നില്ല. ചെയ്യാമെന്ന് പറയുന്നു, ഇതുവരെ ഒന്നും ചെയ്തില്ല. 8 മണിയായപ്പോൾ എനിക്കൊരു മെസ്സേജ് വന്നു, ജർമ്മനിക്ക് അനുവിനെ കയറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് ഷോക്കായിപ്പോയി. എന്തോ പറയുന്നതെന്നുള്ള രീതിയിലായി. ഭയങ്കര പേടിയായി. എങ്ങനെ ഇത് വീട്ടിൽ പറയും, എല്ലാവരോടും പറഞ്ഞു പോകുക, എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുവാണ്, ഇവരോട് ഇതെങ്ങനെ പറയുമെന്ന് വിചാരിച്ചു. അങ്ങനെ ഈ കാര്യം ഞാൻ വീട്ടിൽ പറഞ്ഞു. എല്ലാവരും വളരെയധികം സങ്കടത്തിലായി. അങ്ങനെ പോകാൻ പറ്റില്ല എന്നുള്ളത് എല്ലാവരും വിളിക്കാൻ തുടങ്ങി. എപ്പോഴാണ് പോകുന്നത്, എല്ലാം പാക്ക് ചെയ്ത് റെഡിയാക്കി വെച്ചേക്കുവാണ്, പോയാൽ മതി. ആ ഒരവസ്ഥയിൽ പെട്ടെന്ന് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ആകെ തളർന്നു പോയി. അങ്ങനെ പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം ഞാൻ മാതാവിനെ കാണാൻ ഇവിടെ വന്നു. മാതാവിനോട് ഞാൻ ചോദിച്ചു എനിക്ക് എന്ത് പറ്റി, എവിടെ വെച്ചാണ് എനിക്ക് തെറ്റിപ്പോയെന്ന് ഞാൻ മാതാവിനോട് ചോദിച്ചു, പ്രാർത്ഥിച്ചു. എവിടെയോ ഒരു തടസ്സമുണ്ടായിരുന്നു. ഇത്രയും അനുഗ്രഹം മാതാവ് തന്നപ്പോഴും എവിടെയാണ് എനിക്ക് തെറ്റിപ്പോയെന്ന് എനിക്ക് മനസ്സിലായില്ല. അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു. അച്ഛൻ പറഞ്ഞു നന്നായിട്ട് പ്രാർത്ഥിക്കുക, തടസ്സങ്ങളെല്ലാം മാറുമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടുന്ന് അച്ഛനെ കണ്ടിറങ്ങി ഫ്രണ്ടിലെ മാതാവിൻ്റെ ഗ്രോട്ടയിൽ ചെന്ന് ഞാൻ കൈവിരിച്ചിരുന്ന് പ്രാർത്ഥിച്ചു. കുറേ കരഞ്ഞു. അപ്പോൾ ഇവിടെ സേവനം ചെയ്യുന്ന ഒരു പ്രേക്ഷിത പ്രവർത്തകൻ്റെ അടുത്ത് വന്നു, എന്നെ ആശ്വസിപ്പിച്ചു. എൻ്റെ കാര്യങ്ങളെല്ലാം ചോദിച്ചു, എന്ത് പ്രശ്നം, എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. അപ്പോഴാണ് ആ ചേച്ചി എന്നോടൊരു കാര്യം പറഞ്ഞത്, ഇത്രയും അനുഗ്രഹം നിനക്ക് തന്നിട്ടും നീ എന്തുകൊണ്ട് സാക്ഷ്യം പറഞ്ഞില്ല, ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ അമ്മയുടെ അടുത്ത് വന്നില്ല എന്ന് പറഞ്ഞു.
അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ കയ്യിൽ നിന്ന് വന്ന തെറ്റെന്തായിരുന്നു എന്ന് ഞാൻ പിന്നെയാണ് മനസ്സിലാക്കിയത്. ഇത്ര അനുഗ്രഹം മാതാവ് തന്നിട്ട് ഞാൻ സാക്ഷ്യം പറയാനായിട്ട് അമ്മ മാതാവിൻ്റെ അടുത്ത് വന്നില്ല, പ്രാർത്ഥിച്ചു പോവുകയായിരുന്നു ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ആ സമയത്ത് തന്നെ ഇവിടെ വന്ന് മാതാവിനോട് പറഞ്ഞു, ഞാൻ ഇനി പോകുവാണെങ്കിൽ അമ്മയുടെ അടുത്ത് വന്ന് സാക്ഷ്യം പറഞ്ഞിട്ടേ പോകത്തുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ നേർന്നു. ഒക്ടോബറിലെ ജപമാല റാലിയിൽ, അഖണ്ഡ ജപമാല റാലിയിൽ എനിക്ക് പങ്കെടുക്കാൻ ഉള്ള അവസരം കിട്ടി. ഞാൻ നന്നായി പ്രാർത്ഥിച്ചു. പള്ളി എത്തുന്നിടം വരെ ഞാൻ ജപമാല മുറുകെ ചൊല്ലിക്കൊണ്ട് തന്നെ ഒച്ചത്തിൽ ചൊല്ലിക്കൊണ്ട് തന്നെ ഞാൻ ചൊല്ലി. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു. ഡിസംബർ 23 വീണ്ടും ഉടമ്പടി പുതുക്കി. എല്ലാ കാര്യങ്ങളും ഒരു തടസ്സവും കൂടാതെ മാതാവ് എനിക്ക് അടുത്ത വർഷത്തേക്കുള്ള എല്ലാ പേപ്പറുകളും പെട്ടെന്ന് തന്നെ എല്ലാ കാര്യങ്ങളും സ്മൂത്തായിട്ട് ചെയ്തു തന്നു. ജനുവരി ആയപ്പോഴേക്ക് എൻ്റെ കംപ്ലീറ്റ് പേപ്പർ വർക്കുകളും തീർന്നു. ഇനി ഒരു തടസ്സവും കൂടാണ്ട് എനിക്ക് പോകാമെന്നവർ പറഞ്ഞു. അങ്ങനെ ഞാൻ മാർച്ചിലേക്ക് പോകാനായിട്ട് തയ്യാറെടുക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ക്ലാസ്സിൽ കയറാൻ താമസിച്ച് പോയപ്പോൾ പോകാൻ പറ്റിയില്ല. പക്ഷേ ഇപ്രാവശ്യം എനിക്ക് മാതാവിൻ്റെ അനുഗ്രഹത്താൽ 1 മാസം മുന്നേ എനിക്ക് ക്ലാസ്സിൽ കയറാൻ പറ്റി. 1 മാസം മുന്നേ എനിക്ക് അവിടെ ചെല്ലാൻ പറ്റി. ചെല്ലാനുള്ള ഒരു അവസരം അവർ തന്നു. അങ്ങനെ മാർച്ച് 1-ാം തീയതി ഞാനും എൻ്റെ കൂടെയുള്ളൊരു സുഹൃത്തും ജർമ്മനിലേക്ക് പോവുകയാണ്. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിന് കോടാനുകൂടി നന്ദി പറയുന്നു. കാരുണ്യപ്രവർത്തികളായിട്ട് ഞാൻ ചെയ്തത് എല്ലാ മാസവും ഞാൻ ഉടമ്പടി എടുത്ത ആ മാസം തൊട്ട് ഈ മാസം വരെ ഞാൻ മുടങ്ങാതെ എന്നെക്കൊണ്ടാവുന്ന വിധത്തിൽ സാമ്പത്തികമായി രോഗികളായി കിടക്കുന്നവരും ക്രിട്ടിക്കലായിട്ട് ആശുപത്രി കിടക്കുന്നവർക്കും ഞാൻ എനിക്ക് പറ്റുന്ന രീതിയിൽ സഹായിക്കുമായിരുന്നു. അതുപോലെ ജർമ്മൻ പഠിക്കാൻ പറ്റാതെ എക്സാം എഴുതി പാസ്സാവാൻ പറ്റാത്തവർക്ക് എന്നെക്കൊണ്ടാവുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കുകയും അവരെ സഹായിക്കുകയും ചെയ്യുമായിരുന്നു. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് പത്രങ്ങൾ വിതരണം ചെയ്യുമായിരുന്നു. ബസ് സ്റ്റാൻഡിലും ബസ് സ്റ്റോപ്പുകളിലും പിന്നെ ബസ് യാത്ര ചെയ്യുമ്പോൾ അടുത്ത് വരുന്ന ആൾക്കും ഞാൻ പത്രം വിതരണം ചെയ്യുമായിരുന്നു. പ്രാർത്ഥിച്ച് ഞാൻ പത്രം കൊടുക്കാറുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിന് തിരുക്കുമാറിനും കോടാനുകൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ സാക്ഷ്യം സമർപ്പിക്കും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഈശോയുടെയും പരിശുദ്ധ അമ്മയുടെയും നിറസാന്നിധ്യം നിറഞ്ഞ ഈ പരിശുദ്ധമായ അൾത്താരയിൽ പറയുന്ന എൻ്റെ 2ാമത്തെ ഉടമ്പടി സാക്ഷ്യമാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. എൻ്റെ പേര് മഞ്ജു മാർട്ടിൻ. ഞാൻ അങ്കമാലി കരയാമ്പറമ്പ് സെൻറ്റ് ജോസഫ് ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ ഉടമ്പടി എടുത്തത് 2022 മാർച്ച് 25 മംഗളവാർത്ത ദിനത്തിൻ്റെ അന്നായിരുന്നു. അതിനു മുമ്പ് കൊറോണയ്ക്ക് മുമ്പ് എടുത്തെങ്കിലും കൊറോണ സമയത്ത് ഞാൻ ഉടമ്പടി ഉഴപ്പിപ്പോയി. അതിനുശേഷം ഞാൻ 2ാമത് എടുത്തത് 2022 മാർച്ച് 25 മംഗളവാർത്ത ദിനത്തിലായിരുന്നു. ഇനി എനിക്ക് കിട്ടിയ ഓരോ അനുഭവങ്ങളും ഞാൻ എണ്ണി പറയുകയാണ് ഇവിടെ ഈശോയുടെ പരിശുദ്ധ അമ്മയുടെയും മുമ്പിൽ. എൻ്റെ 1ാമത്തെ വലിയ സാക്ഷ്യം, 5 വർഷമായി എൻ്റെ വീട് പണി തുടങ്ങിയിട്ട് മുടങ്ങിക്കിടക്കുകയായിരുന്നു. ആ വീട് പണി തുടർന്ന് പണിയാനുള്ള എല്ലാ തടസ്സങ്ങളും ഞാൻ നേരിട്ട് കൊണ്ടിരുന്നു. ഒന്നാമത്തെ തടസ്സം എന്ന് വെച്ചാൽ ജപ്തിയായിരുന്നു. ആ വീട് ലോണുമ്മയായിരുന്നു. കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് ഞാൻ ജോസഫച്ചൻ്റെ അടുത്ത് ജപ്തിയുടെ പേപ്പറുമായി വന്നു. ജോസഫച്ചനെ കണ്ട് പ്രാർത്ഥിച്ചു. ആ സമയത്ത് ജോസഫച്ചൻ എനിക്കൊരു സന്ദേശം തന്നു, സാക്ഷ്യം പറഞ്ഞാൽ മതി എന്ന്. ആ ഒരൊറ്റ ധൈര്യത്തിന്മേലാണ് അതിനുശേഷം ഇന്ന് വരെ ഈ നിമിഷം വരെ ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം അത്ര വലിയൊരു എമൗണ്ടാണ് ജപ്തി ഞങ്ങൾക്കായി കിടക്കുന്നത്. ഒരുപക്ഷെ ഈ കൃപാസന അൾത്താരയിലെ തന്നെ ചിലപ്പം ഏറ്റവും വലിയൊരു തുകയായിരിക്കാം എൻ്റെ സാക്ഷ്യം. കുറച്ച് പേഴ്സണൽ ഇഷ്യൂസ് ഉള്ളത് കൊണ്ടാണ് ഞാൻ ആ തുക പറയാത്തത്. അതേപോലെ തന്നെ ഈ ജപ്തിയുമായി തുടർ നടപടികളുമായി മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്കറിയാം, വീട് പണി ഞാൻ നിർത്തിവെച്ചു. അടിക്കടി ബാങ്കിൽ നിന്ന് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നു. അവർ നടപടികൾ സ്വീകരിക്കും, അടുത്ത ആഴ്ച സ്വീകരിക്കും, അടുത്ത മാസം ഉണ്ടാവും. തുടർ നടപടികളുമായി അവർ മുന്നോട്ട് പോകുമ്പോൾ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിരിക്കുമ്പോൾ വീട് പണിയെക്കുറിച്ച് ചിന്തിക്കുന്നു പോലുമില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന ഒരവസരത്തിൽ ഞാൻ ആ വീട്ടിലിരുന്ന് ജപമാല ചൊല്ലിക്കൊണ്ടിരുന്നപ്പം ഈശോ വിചിത്രമായൊരു സന്ദേശം എന്നോട് പറഞ്ഞു, നിൻ്റെ കാലിൽ നിന്ന് പാദസരം അഴിച്ചു മാറ്റുക. ഞാൻ ശരിക്കും ചിരിച്ചുപോയി. ഇതെന്ത് സന്ദേശം? പാദസരം അഴിച്ചു മാറ്റാനോ? ഈശോയോട് ഞാൻ തിരിച്ചു ചോദിക്കാൻ തുടങ്ങി. ഈശോയും ഞാനും, അതിനു മുമ്പ് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, ഈശോയും പരിശുദ്ധ അമ്മയും ഞാനും വലിയൊരു ബന്ധമുണ്ട്. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും സംസാരിക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഈശോയോട് തിരിച്ചു ചോദിച്ചു, ഈശോയെ, ഈ പാദസരം അഴിച്ചു മാറ്റിയാൽ ഒത്തിരിയേറെ ബാധ്യതകളുള്ള എൻ്റെ വീട്ടിൽ ഈ പാദസരം ഊരി വെച്ചാൽ ഞാനിത് വെച്ച് എന്ത് ചെയ്യാനാണ്? ഒത്തിരി ബാധ്യതകളുണ്ട്. അപ്പം അന്നത്തെ ദിവസം എനിക്ക് ഉത്തരം തന്നില്ല. പിറ്റേ ദിവസം ജപമാലയുടെ ഉള്ളിൽ എൻ്റെ അടുത്ത് പറഞ്ഞു, മോളെ,
ഈ പാദസരം, പിന്നെ കുറച്ച് സ്വർണങ്ങളുടെ ലിസ്റ്റ് പറഞ്ഞു. എൻ്റെ കയ്യിലിരിക്കുന്ന ലിസ്റ്റ് എന്നേക്കാൾ നന്നായിട്ട് ഈശോയ്ക്ക് അറിയാം. ആ ലിസ്റ്റ് പറഞ്ഞിട്ട് പറഞ്ഞു, നീ ഇതെല്ലാം വിൽക്കുക. അപ്പോൾ എനിക്ക് ചിരിയാണ് വന്നത്. കാരണം അന്ന് സ്വർണത്തിൻ്റെ വില കിടക്കുന്നത് 75,000 രൂപയേ ഉള്ളായിരുന്നു. പരിശുദ്ധ അമ്മയുടെ അടുത്ത് ഗബ്രിയേൽ മാലാഖ മംഗളവാർത്ത പറഞ്ഞപ്പോൾ അമ്മ തിരിച്ചു ചോദിച്ച അതേ ചോദ്യമാണ് ഞാൻ ഈശോയോടും തിരിച്ചു ചോദിച്ചത്. ഈശോയെ, ഇത്രയും സ്വർണമേ ഉള്ളൂ, ഇത് വെച്ച് ഞാൻ എന്ത് ചെയ്യാനാണ്? അപ്പോൾ എന്നോട് ഈശോ പറഞ്ഞൊരു ഉത്തരവുണ്ട്, മോളെ, ഈ സ്വർണത്തിന് വില കൂടും. വില കൂടി 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 90-ന് മീതെ പോകും. 90-ന് മീതെ പോകുമ്പോൾ മോളിത് വിൽക്കുക, ഈ വീട് പണി കംപ്ലീറ്റ് ചെയ്യുക. അങ്ങനെ പറഞ്ഞതിന് ശേഷം ഞാനിത് വീട്ടിൽ വന്ന് ഇവരോടെല്ലാം അവതരിപ്പിച്ചു. പക്ഷേ എൻ്റെ മുമ്പിൽ ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കെല്ലാവർക്കും ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ജപ്തി നടപടികൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഭൂമിയിൽ ആരെങ്കിലും ഇനിയും ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡിയാകുമോ? ഒരിക്കലും ആരും റെഡിയാകില്ല എന്ന് മാത്രമല്ല, എല്ലാവരും എനിക്ക് എതിര് നിന്നുകൊണ്ടിരുന്നു. ഒത്തിരി മക്കൾ എനിക്ക് എതിര് നിന്നുകൊണ്ടേയിരുന്നു. അപ്പോഴെല്ലാം ഈശോ എനിക്ക് തരുന്നൊരു സന്ദേശമുണ്ടായിരുന്നു. റോമ 8:31, ദൈവം നിന്റെ പക്ഷത്തെങ്കിൽ ആര് നിനക്ക് എതിര് നിൽക്കും? ആ സന്ദേശത്തിൽ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ഞാൻ മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നു. അതിൻ്റെ കൂടെ ഞാൻ എപ്പോൾ ബൈബിൾ എടുത്ത് തുറന്ന് വായിക്കുമ്പോഴും ഈശോ വാഗ്ദാനങ്ങളുടെ സന്ദേശങ്ങളാണ് എനിക്ക് എപ്പോഴും തന്നുകൊണ്ടിരുന്നത്. അതേപോലെ ജോബിൻ്റെ പുസ്തകത്തിലെ ഒരു സന്ദേശം കൂടി, അതായത് നിന്നെ സൃഷ്ടിച്ച കർത്താവിനല്ലാതെ നിന്നെ തോൽപ്പിക്കാൻ ആർക്കും സാധിക്കുകയില്ല എന്നുള്ളൊരു സന്ദേശം ഞാൻ ഉറച്ചു വിശ്വസിച്ചു. എൻ്റെ ഈശോയാണ് ഈ വീട് പണി ഏറ്റെടുത്തിരിക്കുന്നത്. ഇത് മനുഷ്യനിർമ്മിതമല്ല, മനുഷ്യകരങ്ങളാൽ നടക്കില്ല എന്ന് ലോകം മുഴുവൻ വിധി എഴുതിയ ഈ വീടിൻ്റെ പണി പിന്നെ ഉണ്ടായതെല്ലാം അത്ഭുതങ്ങളായിരുന്നു. എഫാത്ത എന്ന് പറഞ്ഞ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ ഒത്തിരി പ്രാർത്ഥിക്കുന്ന മക്കൾ ഓടി വന്നു. ആ മക്കളെല്ലാം വന്ന് ജപമാലകൾ ചൊല്ലി 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 എൻ്റെ വീടിൻ്റെ തേപ്പ് വരെ നിർത്തിയിട്ടിരുന്ന പണിയാണ് 5 വർഷം മുമ്പ്. ആ പണികൾ വീണ്ടും ആരംഭിക്കാൻ തുടങ്ങി. എനിക്ക് സത്യം പറഞ്ഞ പണി ആരംഭിക്കുന്നതിന് മുമ്പ് ഒരൈഡിയവുമില്ല ഇതെങ്ങനെ ഫിനിഷ് ചെയ്യും. കാരണം സാമ്പത്തികം വലിയ പ്രശ്നം, എൻ്റെ മുമ്പിൽ ശരിക്കും ജപ്തി, അതൊരു വലിയ പ്രശ്നം. വീട്ടിലേക്ക് കറണ്ട് കണക്ഷൻ അന്ന് പണി നടക്കുമ്പോൾ എടുത്തിരുന്നു. പക്ഷേ ഈ കറണ്ട് കണക്ഷൻ ഇതിൻ്റെ ഇടയിൽ പണി നിർത്തി വെച്ചപ്പോൾ കട്ടാക്കി കളഞ്ഞു. പിന്നീട് ഞങ്ങൾക്ക് കറണ്ട് കണക്ഷൻ പോലും തന്നിട്ടില്ല. അതിൽ നിന്ന് എങ്ങനെ ഞങ്ങൾ ഈ വീട് പണിയും എന്ന് ഞാനിങ്ങനെ തുടർന്ന് ഇത്രയും പ്രശ്നങ്ങളുടെ ഉള്ളിൽ നിൽക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു സന്ദേശവും അതിനെ തുടർന്ന് ഈ നടപടികളെല്ലാമായും ഞാൻ മുന്നോട്ട് പോകുന്നതും. ഓരോ സമയം ഞാൻ തളർന്നിരിക്കുമ്പോഴും ഈശോ എനിക്ക് വചനങ്ങളിലൂടെയും ഓരോ അടയാളങ്ങളിലൂടെയും സന്ദേശം തന്നുകൊണ്ടിരുന്നു. കഴിഞ്ഞ വർഷം ജൂലൈ 13-ാം തീയതി രാവിലെ 10:30 മണിയായി കഴിഞ്ഞപ്പം ഈശോ എന്നോട് പറഞ്ഞു, പച്ചത്തിരിയിൽ ഞാൻ ഇന്നൊരടയാളം കാണിക്കാമെന്ന്. ആ സമയത്ത് ഞാൻ പച്ചത്തിരി കത്തിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒരു രൂപം തെളിഞ്ഞു വരാൻ തുടങ്ങി. പിറ്റേ ദിവസം ഇതേ സമയത്ത് പറഞ്ഞു, ഇന്ന് 2 തിരിയിലും കാണിക്കാമെന്ന് പറഞ്ഞു. അതിനുശേഷം അപ്പോൾ ഞാൻ വീണ്ടും 2 തിരി കത്തിച്ച് പ്രാർത്ഥിച്ചപ്പോൾ 2 തിരിയിലും ഈശോ അടയാളം കാണിക്കാൻ തുടങ്ങി. പിന്നീട് അവിടെ നിന്ന് ഇങ്ങോട്ട് തുടങ്ങി 2 വർഷം ആകാൻ പോകുന്നു. എപ്പോൾ തിരി കത്തിച്ച് പ്രാർത്ഥിച്ചാലും എൻ്റെ പേഴ്സണൽ പ്രെയറിലായിക്കോട്ടെ, കോമൺ പ്രെയർ, കുടുംബ പ്രാർത്ഥനയിലായിക്കോട്ടെ, എപ്പോൾ തിരി കത്തിച്ച് പ്രാർത്ഥിക്കുമ്പോഴും തിരിയിൽ ഈശോ അടയാളം കാണിച്ചു കൊണ്ടേയിരിക്കും. അതിൻ്റെ ഒപ്പം തന്നെ ഈ വീട് പണിയുടെ പല സാഹചര്യങ്ങളിലും ഒറ്റയ്ക്ക് ഒരാൾ ഈശോയും പരിശുദ്ധ അമ്മയും സ്വർഗവും ചേർന്ന് മാത്രം നടത്തുന്ന ഒരു യുദ്ധമായിരുന്നു ഇത്. പല സമയത്ത് ഞാൻ തളർന്നു പോയിട്ടുണ്ട്, തകർന്നു പോയിട്ടുണ്ട്. തളർന്നു പോയ സമയത്ത് ആരോടും പരാതി പറയാൻ എനിക്ക് പറ്റില്ല. കാരണം എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തേ ഉള്ളൂ. ഇത്രയും ജപ്തി നിൽക്കുന്ന ഭൂമിയിൽ നിനക്കെന്തു ധൈര്യം? ലോകത്തിൻ്റെ പിന്നാലെ ഓടുന്ന മക്കൾക്ക് ഈശോ പറയുന്ന സന്ദേശമാണോ പരിശുദ്ധ അമ്മ പറയുന്ന സന്ദേശമാണോ പറഞ്ഞാൽ മനസ്സിലാകില്ല ആ മക്കൾക്ക്. 14 പ്രാവശ്യം ഞാൻ എൻ്റെ ഉടമ്പടി പുതുക്കി. ഈ ഉടമ്പടിയിലൂടെ ആദ്യകാലങ്ങളിൽ ഞാൻ ഈശോയോട് പരിശുദ്ധ അമ്മയോടും ചോദിച്ചിരുന്നത് മുഴുവൻ എൻ്റെ കാര്യങ്ങളായിരുന്നു, ആഗ്രഹങ്ങൾ. പിന്നീട് ജോസഫ് അച്ഛൻ്റെ പല ടോക്കുകളും കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി. ജോസഫ് അച്ഛൻ എപ്പോഴും പറയുന്നുണ്ട്, മക്കളെ, നിങ്ങൾ ഒരു കാര്യം ഈശോയുടെ മുമ്പിൽ പരിശുദ്ധ അമ്മയ്ക്ക് നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇനി അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ട. അതിനെക്കുറിച്ച് ചിന്തിച്ചിരുന്ന് നിങ്ങൾ സമയം കളയരുത്. നിങ്ങൾ ഈശോയെ ഗാഢമായിട്ട് സ്നേഹിക്കുക. എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തത് അതുമാത്രമാണ്. എൻ്റെ ഈ നിയോഗങ്ങളെല്ലാം ഞാൻ മറന്നു കളഞ്ഞിരുന്നു.
മറന്നു കളഞ്ഞതിൻ്റെ ഒപ്പം തന്നെ ഈശോയോടും പരിശുദ്ധ അമ്മയോടും ചേർന്ന് ഞാൻ ജീവിക്കാൻ തുടങ്ങി. ആ ജീവിതത്തിൽ ഒത്തിരിയേറെ സഹനങ്ങൾ നേരിട്ട് കൊണ്ടിരുന്നപ്പോഴും പരിശുദ്ധ അമ്മയും ഈശോയും പല വിധത്തിൽ അടയാളങ്ങളിലൂടെ എൻ്റെ അടുത്ത് സാന്നിധ്യം അറിയിക്കാൻ തുടങ്ങി. ഒന്നാമത്തെ സാന്നിധ്യമാണ് ഈ തിരിയിലുണ്ടാകുന്നത്. 2 വർഷത്തോളമായി ഇന്നും മുടക്കില്ലാതെ അത് നടന്നുകൊണ്ടിരിക്കുന്നു. രണ്ടാമത്തെ വലിയ സാന്നിധ്യമാണ് സുഗന്ധാഭിഷേകം. ഞാൻ എപ്പോൾ പ്രാർത്ഥിക്കുമ്പോഴും അല്ലെങ്കിൽ ഏത് മക്കളുടെ അടുത്ത് ഫോണിൽ പോലും സംസാരിച്ചാലും കിലോമീറ്ററുകൾക്ക് അപ്പുറം നിന്ന് അങ്ങേ തലയ്ക്ക് നിൽക്കുന്ന മക്കൾക്ക് പോലും സുഗന്ധാഭിഷേകം ലഭിക്കാൻ തുടങ്ങി. അതിൻ്റെ ഒപ്പം തന്നെ വേറൊരു അടയാളമാണ്, അതായത് ഞാൻ ബസ് കൊണ്ടുവരാൻ തുടങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഞാൻ ഒറ്റയ്ക്കാണ് വന്നുകൊണ്ടിരുന്നത്. ഈശോയുടെ വലിയ തീരുമാനമായിരിക്കാം, സ്വർഗത്തിൻ്റെ വലിയ തീരുമാനമായിരിക്കാം. 1 ബസ്സായി, 2 ബസ്സായി, 3ഉം 4ഉം ബസ്സുകൾ കൊണ്ട് ഞാൻ എൻ്റെ ഭാഗത്തുനിന്ന് ഒത്തിരിയേറെ മക്കളെ കൃപാസനത്തിലേക്ക് കൊണ്ടുവരാൻ തുടങ്ങി. അപ്പോൾ ആദ്യ കാലങ്ങളിൽ ബസ്സിൽ കൊണ്ടുവരുമ്പോൾ എനിക്ക് കിട്ടിയ അനുഭവങ്ങളൊക്കെ ഞാൻ പങ്കുവയ്ക്കുമായിരുന്നു. അതിനുശേഷം ഞാൻ ഈശോയോടും പരിശുദ്ധ അമ്മയോടും പറയാൻ തുടങ്ങി, അമ്മേ ഈശോയെ, ഒത്തിരിയേറെ പാപാവസ്ഥകളിൽ കഴിയുന്ന മക്കളാണ് ഇവരെല്ലാം. ഈ മക്കൾക്ക് ഞാൻ ഈശോയെക്കുറിച്ചും പരിശുദ്ധ അമ്മയെക്കുറിച്ച് പറഞ്ഞാലും ഇവർക്ക് ബോധ്യപ്പെടണമെങ്കിൽ എൻ്റെ അടുത്ത് കാണിക്കുന്ന അടയാളങ്ങൾ നിങ്ങൾ തീർച്ചയായും ഈ പാവം മക്കൾക്ക് നിങ്ങളും ചെയ്തു കൊടുക്കണം. അതെൻ്റെ ഒരു അപേക്ഷയാണെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതിനുശേഷം ഫസ്റ്റ് ഒക്ടോബർ 25-ാം തീയതി ജപമാല റാലിയുടെ അന്ന് രാവിലെ വണ്ടിയിൽ വെച്ച് ഞാൻ ലീഡ് ചെയ്യുന്ന വണ്ടി, 4 വണ്ടി ഉണ്ടായിരുന്നു അന്ന്. ഞാൻ ലീഡ് ചെയ്യുന്ന വണ്ടിയിൽ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് പറഞ്ഞു തുടങ്ങി വലിയ സുഗന്ധാഭിഷേകം. എനിക്ക് മാത്രമല്ല, വണ്ടിയുടെ ഉള്ളിലിരുന്ന എല്ലാ മക്കൾക്കും വരാൻ തുടങ്ങി. അവസാനം ഈ മൈക്കിലേക്ക് ആ സുഗന്ധാഭിഷേകം സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ എല്ലാവർക്കും വിശ്വാസം വരാൻ തുടങ്ങി. ഈശോയും പരിശുദ്ധ അമ്മയുടെ സജീവ സാന്നിധ്യം ഓരോ മക്കളും വിശ്വസിക്കാൻ തുടങ്ങി. അതേപോലെ തന്നെ ഒത്തിരിയേറെ സമയങ്ങളിൽ ഈശോയുടെയും പരിശുദ്ധ അമ്മയുടെയും സാന്നിധ്യം അറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്നു. അതിൻ്റെ കൂടെ തന്നെ വീട് പണിയുടെ ബാക്കി കാര്യങ്ങൾ കൂടി പറഞ്ഞോട്ടെ. വീട് പണിയുടെ ഡിസംബർ മാസം ഞാനിവിടെ വന്നിരുന്ന്, ഇതേ സ്ഥലത്ത് വന്നിരുന്ന് ഞാൻ ഈശോയോടും പരിശുദ്ധ അമ്മയോടും ചോദിച്ചു, അമ്മേ, പണികൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഈശോയെ, ഞാനിനി എന്താ ചെയ്യണ്ടേ? എന്നാണ് വീട് വെഞ്ചിരിപ്പ് നടത്തേണ്ടത്? എനിക്കറിയില്ല. നൊയമ്പിന് മുമ്പ് നടത്തണമെന്ന് എനിക്കൊരാഗ്രഹമുണ്ട്. പെസക പാല് പുതിയ വീട്ടിൽ കുറുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എനിക്കൊരു ഡേറ്റ് തരാമോ എന്ന് ചോദിച്ച് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അന്ന് എനിക്ക് ഇവിടെ വെച്ച് അമ്മ ഒരു സന്ദേശവും തന്നില്ല. അപ്പം എനിക്ക് ഇത്തിരി സങ്കടം വന്നിരുന്നു. അമ്മ എന്നോട് പിണങ്ങിയോ എന്നൊക്കെ ഞാൻ ചോദിച്ചിരുന്നു. പക്ഷെ അന്ന് രാത്രി തിരി കത്തിച്ച് പ്രാർത്ഥിക്കുമ്പം എൻ്റെ മൊബൈലിലുണ്ട് അത്. തിരിയിൽ കൃത്യമായിട്ട് 9 എന്നുള്ള അക്കം തെളിയാൻ തുടങ്ങി. അപ്പം എനിക്ക് ഫസ്റ്റ് തവണയാണ് തിരിയിൽ അക്കങ്ങൾ തെളിയുന്നത്. അതിനു മുമ്പ് ഈശോയുടെയും പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധന്മാരുടെ രൂപങ്ങൾ, അങ്ങനെ പല രൂപങ്ങളാണ് തെളിഞ്ഞുകൊണ്ടിരുന്നത്. 9 എന്ന് പറഞ്ഞ അക്കം തെളിഞ്ഞപ്പം ഞാനിങ്ങനെ തിരി നോക്കിയിട്ട് അമ്മയുടെ മുഖത്തേക്ക് നോക്കിയപ്പം അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു, നോട്ട് ദി നമ്പർ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഇതാണ് എൻ്റെ വീട് വെഞ്ചിരിപ്പിൻ്റെ ദിവസം, സ്വർഗം എനിക്ക് തീരുമാനിച്ചിരിക്കുന്ന വീട് വെഞ്ചിരിപ്പിൻ്റെ ദിവസം എന്ന് എനിക്ക് അന്ന് മനസ്സിലായി. ഈ പ്രതിസന്ധികളെല്ലാം തരണം ചെയ്തുകൊണ്ട് ഞാൻ മുന്നോട്ട് നീങ്ങി. പതുക്കെ എനിക്കെതിരെ നിന്നിരുന്ന എല്ലാ മക്കളും എനിക്ക് അനുകൂലമാകുവാൻ തുടങ്ങി. അവർക്ക് മനസ്സിലായി, ഇത് എന്നെക്കൊണ്ട് സാധിക്കില്ല, എൻ്റെ വീട്ടിലെ എൻ്റെ ഹസ്ബൻഡിനെ കൊണ്ട് സാധിക്കില്ല, ഇത് ഈശോയും പരിശുദ്ധ അമ്മയും സ്വർഗം മുഴുവൻ ചേർന്ന് തന്ന ഒരു പ്രവൃത്തിയാണെന്ന് എല്ലാ മക്കളും വിശ്വസിക്കാൻ തുടങ്ങി. വീട് വെഞ്ചിരിപ്പിന് വന്ന ഓരോ മക്കളും പറഞ്ഞതും അത് തന്നെയാണ്. ഇവിടെ ഈശോയുടെയും പരിശുദ്ധ അമ്മയുടെയും നിറഞ്ഞ സാന്നിധ്യം ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നു. ഓരോ മക്കളും ഗേറ്റ് കടന്ന് ഉള്ളിലേക്ക് വരുന്തോറും അവർക്ക് വലിയ സുഗന്ധാഭിഷേകം അനുഭവപ്പെടാൻ തുടങ്ങിയിരുന്നു. അത് എൻ്റെ ഒന്നാമത്തെ വലിയ ഉടമ്പടി സാക്ഷ്യമാണ്. സാധ്യതകളെല്ലാം അസ്തമിച്ചെടുത്ത് ജോസഫ് അച്ഛൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ എല്ലാ മെറിറ്റും 0 ആയി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എൻ്റെ മുമ്പിൽ ഒന്നുമില്ല, ഒരു ചോയ്സും ഇല്ല, ഒരു പെർസെൻറ്റേജ് ചോയ്സ് പോലും ഇല്ലാതിരിക്കുന്ന സമയത്താണ് ഇത്രയും വലിയ 2200 സ്ക്വയർ ഫീറ്റിൻ്റെ വീട് എനിക്ക് അതിമനോഹരമായിട്ട് കംപ്ലീറ്റ് ചെയ്തു തന്നത്. ഈശോയും പരിശുദ്ധ അമ്മയും സ്വർഗം ചേർന്നാണ് എനിക്കത് ചെയ്തു തന്നത്. അതിന് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും ഒത്തിരി നന്ദി പറയുന്നു. അതേപോലെ എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ്, ഇതെൻ്റെ മൂത്ത മകനാണ്. ഇവൻ കഴിഞ്ഞ വർഷം 10th പഠിക്കാൻ
പഠിക്കാൻ കുറച്ച് ഉഴപ്പിലായിരുന്നു. കഴിവില്ലാതെയല്ല, പഠിക്കില്ല. ആൾ ഭയങ്കര ഉഴപ്പാണ്. ബുക്ക് എപ്പോൾ എടുത്താലും ആൾ കിടന്നുറങ്ങും. ആദ്യത്തെ മാസങ്ങളിലൊക്കെ ഞാൻ വിചാരിച്ചു അടുത്ത മാസം ശരിയാകുമായിരിക്കാം, പിന്നെ ശരിയാകുമായിരിക്കും എന്ന് വിചാരിച്ചു. പോകെ പോകെ ഡിസംബർ മാസം വന്നെത്തിച്ചേർന്നു. 10th കുട്ടികൾ പഠിക്കുന്ന മമ്മിമാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഞാൻ അനുഭവിച്ച ആ ഒരു വേദന എന്തുമാത്രം ഉണ്ടെന്ന്. കാരണം കൊച്ചു ബുക്ക് കയ്യിലെടുത്ത് അന്നേരം ഉറങ്ങി വീഴുമായിരുന്നു. ഞാൻ അങ്ങനെ ഇവിടെ ഉടമ്പടി പുതുക്കിയപ്പം അമ്മയോട് പറഞ്ഞു, അമ്മേ എൻ്റെ മകനെ ഉത്സാഹിയാക്കി തരണം. ചോദിക്കാൻ ഒരർഹതയില്ലായിരുന്നിട്ട് പോലും ഞാൻ എൻ്റെ അമ്മയോട് ചോദിച്ചു, അമ്മേ ഒരു 80% മാർക്ക് എൻ്റെ മകന് കൊടുക്കുമോ എന്ന് ഞാൻ ചോദിച്ചിരുന്നു. അതിൻ്റെ ഉത്തരം എന്നുള്ള നിലയിൽ ആ ഉടമ്പടി പുതുക്കി 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഈ കുട്ടി എന്നോട് സംസാരിക്കാൻ തുടങ്ങി, അമ്മേ ഇങ്ങനെ പോയാൽ പറ്റില്ല, എനിക്ക് പഠിക്കണം, എനിക്ക് നല്ല രീതിയിൽ പഠിച്ച് മാർക്ക് വാങ്ങിക്കണം എന്ന്. അപ്പോൾ അത്രയും മാസങ്ങളെല്ലാം ആള് കുറച്ച് നല്ല രീതിയിൽ ഉഴപ്പിക്കളഞ്ഞിരുന്നു. പിന്നീടുള്ള 3 മാസമാണ് ആൾ നന്നായിട്ട് പഠിച്ചിരുന്നത്. ആ നന്നായിട്ട് പഠിച്ച് പരിശുദ്ധ അമ്മയും ഈശോയും വലിയ രീതിയിൽ അവനെ സഹായിച്ചു. ഞാൻ ചോദിച്ചതുപോലെ തന്നെ കൃത്യം 80% മാർക്ക് ഈശോയും പരിശുദ്ധ അമ്മയും ആ മകന് കൊടുത്തു. അതേപോലെ തന്നെ അടുത്ത സാക്ഷ്യമാണ് എൻ്റെ 2ാമത്തെ കുട്ടി. ഈ കുട്ടിക്കും ഇവർക്ക് ഞങ്ങൾക്കെല്ലാം വീട്ടിൽ എന്ത് രോഗം വന്നാലും ഞങ്ങൾ ഉപയോഗിക്കുന്നത് ഹോസ്പിറ്റൽ മരുന്നല്ല, ഉടമ്പടി നേർച്ച വസ്തുക്കളാണ്. രോഗം വരില്ല എന്നല്ല, രോഗം വരും. ഒറ്റ ദിവസത്തെ ദൈർഘ്യമേ ഈ രോഗത്തിനുള്ളൂ. ഉടമ്പടി ഉപ്പ്, ഉടമ്പടി തേൻ, ഉടമ്പടി ലോക്കറ്റ് ഏറ്റവും വലിയ പവറുള്ള വസ്തുവാണെന്ന് ഞാൻ പറയുള്ളൂ. കാരണം സ്വർണത്തേക്കാൾ വിലപ്പെട്ടതാണ് ഉടമ്പടി ലോക്കറ്റ്. ഉടമ്പടി ലോക്കറ്റ് എപ്പം ഒമിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ കൈ പോലും ഉള്ളം കൈയിലൊന്ന് പിടിപ്പിച്ച് മുറുകെ പിടിച്ച് കഴിഞ്ഞാൽ വോമിറ്റിങ് അവിടെ നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒത്തിരിയേറെ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് ഒത്തിരിയേറെ സൗഖ്യങ്ങൾ. ഇത്രയും വർഷത്തിൻ്റെ ഉള്ളിൽ ഞങ്ങൾക്കൊരു ഹോസ്പിറ്റൽ കേസ് വന്നിട്ടില്ല. അതിൻ്റെ തന്നെ ഏറ്റവും വലിയ അടയാളം എന്ന് പറയാൻ ഈ കുഞ്ഞിൻ്റെ വലത് കയ്യിൽ ഇവൻ തമാശയ്ക്ക് എപ്പോഴും കൈ ഇങ്ങനെ കാണിക്കുമായിരുന്നു. ഇങ്ങനെ കാണിച്ച് ഈ എല്ലിൻ്റെ ഉള്ളിൽ നിന്ന് പതുക്കെ ഒരു സൗണ്ട് വരാൻ തുടങ്ങി. സൗണ്ട് വരാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഇവന് തന്നെ ഒരു ഡൗട്ട്, ഉടമ്പടി നേർച്ച വസ്തുക്കൾ പനി വരുമ്പോഴും ജലദോഷം വരുമ്പോഴും വയറുവേദന, ചെവി വേദന, ഛർദി അതിന് മാത്രമാണ് ഉപയോഗിക്കുന്നത്, എല്ലിന് ഉപയോഗിക്കാൻ പറ്റൂല എന്നൊരു ഡൗട്ട്. അപ്പോൾ ഇവൻ പറഞ്ഞു, പപ്പേ ഹോസ്പിറ്റലിൽ പോകണം. അപ്പോൾ പപ്പ പറഞ്ഞു, എടാ വെയിറ്റ് ചെയ്യ്, നമുക്ക് പോകാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി തീരുമാനിച്ചു, നമുക്ക് ഒരാഴ്ച ഉടമ്പടി നേർച്ച വസ്തുക്കൾ കൈമ പുരട്ടി നോക്കാം, പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ പോകാം, തുടർ നടപടികൾ ചെയ്യാം എന്ന് പറഞ്ഞു. അങ്ങനെ ഉടമ്പടി നേർച്ച വസ്തുക്കൾ കയ്യിൽ പുരട്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതിനുശേഷം 3 ദിവസം കഴിഞ്ഞപ്പോഴത്തേനും അവൻ്റെ കയ്യിലെ വേദന പൂർണ്ണമായിട്ടും ഭേദമാകാൻ തുടങ്ങി. അത് പതുക്കെ അത് പൂർണ്ണമായിട്ടും ഭേദമായി. അങ്ങനെ അവനും വിശ്വാസം ആഴപ്പെട്ടു. അതേപോലെ തന്നെ മൂത്താള് കുറച്ച് ദിവസം പള്ളിയിൽ വരാൻ കുറച്ച് മടി കാണിച്ചു. അപ്പോൾ മടി കാണിച്ചപ്പോൾ ഞാൻ എപ്പോഴും സങ്കടം പറയുന്നത് ഈശോയോടും പരിശുദ്ധ അമ്മയോടുമാണ്. അപ്പം എൻ്റെ അടുത്ത് ഹസ്ബൻഡും പറഞ്ഞു, അവന് ഒരുപാട് കമ്പൽ ചെയ്യണ്ട, അവരുടെ ഏജ് മാറുമ്പോൾ നമ്മൾ കമ്പൽ ചെയ്ത് കഴിഞ്ഞാൽ അവർക്കത് വിഷമാകും, കമ്പൽ ചെയ്യണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഒരു പനി വന്നു. പനി വന്നപ്പോൾ സാധാരണഗതിയിൽ ഞാൻ പറഞ്ഞല്ലോ, എന്ത് വരുമ്പോഴും ഞങ്ങൾ ഉപയോഗിച്ചു കൊണ്ടിരുന്നതെല്ലാം ഉടമ്പടി നേർച്ച വസ്തുക്കളാണ്. അന്ന് നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചിട്ടും ഇവൻ്റെ പനി കുറയുന്നില്ല. രാത്രിയിലെ കുടുംബ പ്രാർത്ഥനയുടെ ഉള്ളിൽ 2ാമത്തെ രഹസ്യം ചൊല്ലിക്കൊണ്ടിരിക്കുമ്പം ഈശോ എന്നോട് പറഞ്ഞു തന്നു, ഇവൻ്റെ പനി മാറണമെങ്കിൽ നാളെ രാവിലെ അവൻ പള്ളിയിൽ വന്ന് വിശുദ്ധ കുർബാന സ്വീകരിച്ച് കഴിയുമ്പം ഇവൻ്റെ പനി മാറും. അങ്ങനെ ഞാൻ ഇവനോട് ഈ സന്ദേശം പറഞ്ഞു. പിറ്റേ ദിവസം അന്ന് രാത്രി മുഴുവൻ ഇവന് നല്ല പനിയായിരുന്നു. എത്രയേറെ ഉടമ്പടി നേർച്ച വസ്തുക്കൾ കൊടുത്തിട്ടും ഇവന് ആ പനി കുറയുന്നില്ലായിരുന്നു. പക്ഷേ ഈശോയുടെ സന്ദേശം പോലെ തന്നെ പിറ്റേ ദിവസം രാവിലെ ഈ കുഞ്ഞ് പള്ളിയിൽ വന്ന് വിശുദ്ധ കുർബാന സ്വീകരിച്ച് കഴിഞ്ഞ് ആ നിമിഷം തുടങ്ങി ഇവൻ്റെ പനി ഇവന് വിട്ടുപോരാൻ തുടങ്ങി. പനി വന്ന കുഞ്ഞാന്നുള്ള ഒരു ക്ഷീണം പോലും പിന്നീട് ഇവനുണ്ടായിട്ടില്ല. അതൊരു വലിയ സാക്ഷ്യം തന്നെയാണ്. അതേപോലെ തന്നെ ഉടമ്പടി കാലഘട്ടത്തിലൂടെ എന്നെ നയിക്കുമ്പോൾ ഞാൻ ഒത്തിരിയേറെ ആത്മീയമായിട്ട് വളരാനായിട്ട്, ആത്മീയമായിട്ട് ഒരു ചെറിയ ഒരു വളർച്ചയെ എനിക്ക് പണ്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഉടമ്പടിയിലൂടെ നടന്നു പോയപ്പോൾ ജീവിതം ശരിക്ക്
പൊളിച്ചെഴുതുകയായിരുന്നു. എൻ്റെ എല്ലാ ജീവിതത്തിലെ ഓരോ മേഖലകളും അച്ഛൻ ഉടമ്പടി ധ്യാനത്തിൽ പറയുന്നത് പോലെ ഈശോയ്ക്കും പരിശുദ്ധ അമ്മയെ സ്നേഹിക്കാൻ തുടങ്ങി, മറ്റുള്ളവരിലെ വേദനകളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ തുടങ്ങി. ഒത്തിരിയേറെ മക്കൾക്ക് ഒത്തിരി സഹായങ്ങൾ, അത് പറഞ്ഞാൽ തീരില്ല. ഒത്തിരിയേറെ മക്കൾക്ക് പൊതിച്ചോറ് കൊടുക്കും. ഞങ്ങൾക്ക് കാറ്ററിംഗ് ആണ്. അപ്പോൾ ഞങ്ങൾ കാറ്ററിങ്ങിന് ഫുഡ് ഉണ്ടാക്കുമ്പോൾ ഈശോയോട് ഞാൻ ചോദിക്കും, ഈശോയെ ഇന്ന് ആർക്കാ കൊടുക്കേണ്ടേ? ഈശോ പറയും ഇന്ന വീട്ടിൽ കൊടുക്കണം. അപ്പം ആ വീട്ടിലേക്ക് ഞാൻ ആ ഫുഡും കൊടുത്തു വിടും, അല്ലെങ്കിൽ ഞാൻ കൊണ്ടുപോയി കൊടുക്കും. അങ്ങനെ ഒത്തിരി മക്കൾക്ക് കൊടുക്കാനായിട്ട് ഈശോ എനിക്ക് ഇത് തന്നിട്ടുണ്ട്, സാഹചര്യം തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഒത്തിരി ഈശോയെ അറിയാത്ത മക്കൾക്ക്, അതായത് ക്രിസ്ത്യൻസിൻ്റെ ഉള്ളിൽ മാത്രമല്ല നോൺ ക്രിസ്ത്യൻസിൻ്റെ ഉള്ളിലും എനിക്ക് കിട്ടിയ അടയാളങ്ങളും ഈ അനുഗ്രഹങ്ങളും പറഞ്ഞ് പത്രപ്രവർത്തനം ചെയ്യാനും, ആദ്യകാലങ്ങളിലൊക്കെ പത്രം കൊടുക്കുമ്പോൾ ആരെങ്കിലും എന്തെങ്കിലും കമൻറ്റ് പറഞ്ഞാലോ ആരെങ്കിലും കളിയാക്കിയാലോ പിന്നെ പത്രം ഞാൻ കൊടുക്കില്ല, തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് വെക്കുമായിരുന്നു. ഞാൻ ഇന്ന് വെറും ഒരു പുഞ്ചിരിയോടുകൂടി ഞാനിങ്ങനെ എപ്പോഴും ഈശോയോടും പരിശുദ്ധ അമ്മയോടും ഉള്ളിൽ പറയും, ഇവരൊക്കെ എന്ത് പറഞ്ഞാലും എനിക്കല്ലേ നിങ്ങളെ അറിയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ചിരിച്ചുകൊണ്ട്, അവർ പറയുന്നത് എന്തും ചിരിച്ചുകൊണ്ട് നേരിട്ട് ഒത്തിരി മക്കളുടെ അടുത്ത് പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാറുണ്ട്. അനാഥാലയങ്ങളിൽ പോകാറുണ്ട്. രോഗികളായി കിടക്കുന്ന മക്കളെ സന്ദർശിക്കാൻ പോകാറുണ്ട്. ഒത്തിരി മക്കൾ പ്രാർത്ഥിക്കുന്ന സഹായം പറയാറുണ്ട്. അപ്പം ഞാൻ തമാശയ്ക്ക് അമ്മയോട് പറയും, അമ്മേ ഞാൻ അമ്മയുടെ മോളാണെന്ന് പറഞ്ഞ് ഒത്തിരി മക്കൾ പ്രാർത്ഥനാ സഹായം പറയുന്നുണ്ട്. അമ്മ ഈശോയോട് ഇതെല്ലാം ഒന്ന് പറയണേ അമ്മ ഈശോയോട് പറയും എന്നുള്ള ഒറ്റ ഉറപ്പിലാണ് എൻ്റെ അടുത്ത് പറയുന്നത്. ചേച്ചി ഒന്ന് പറയണോട്ടോ, ചേച്ചി പരിശുദ്ധ അമ്മയോട് പറഞ്ഞാൽ അമ്മ ഈശോയോട് തീർച്ചയായും പറയും, ചേച്ചി ഒന്ന് പറയണോട്ടോ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഒരുപാട് കാര്യങ്ങളിൽ ഈശോയും പരിശുദ്ധ അമ്മയും ഞങ്ങളെ സഹായിച്ചു കൊണ്ടിരിക്കുന്നു. ഈശോയും പരിശുദ്ധ അമ്മയും ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞാൽ തീരില്ല. ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും എത്രയേറെ നന്ദി പറഞ്ഞാലും തീരില്ല. അതിന് മാതിരിയിൽ അനുഗ്രഹങ്ങൾ ഈശോയും പരിശുദ്ധ അമ്മയും ഓരോ ദിവസം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ ഇത്ര ബോൾഡാവാൻ കാരണം എൻ്റെ അടുത്ത് ഈശോയും പരിശുദ്ധ അമ്മയും ഇത്രയധികം അടയാളങ്ങളിലൂടെയും അത്ഭുതങ്ങളിലൂടെയും പ്രവർത്തിക്കുന്നത് കൊണ്ടും അവരുടെ വലിയ സാന്നിധ്യം എനിക്ക് എപ്പോഴും അറിയാൻ സാധിക്കുന്നത് കൊണ്ടുമാണ്. ഒത്തിരിയേറെ പ്രതിസന്ധികളുടെ നടുവിലും ഞാൻ ഇത്ര ബോൾഡായിട്ട് ധൈര്യവതിയായിട്ട് നിൽക്കാൻ കാരണം. ലൂക്ക 1:35 പറയുന്നത് പോലെ പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കും എന്ന് പറയുന്നത് പോലെ അതാണ് എന്നിലും സംഭവിച്ചത്. ഇനി എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം, എത്രയൊക്കെ ഉടമ്പടി എടുത്തിട്ടും പ്രാർത്ഥിച്ചിട്ടും നിങ്ങൾക്ക് ഒന്നും നടന്നില്ല എന്നുള്ള നിരാശയുണ്ടെങ്കിൽ വേണ്ട, ആ നിരാശപ്പെടേ വേണ്ട. കാരണം ദൈവത്തിൻ്റെ സമയത്തിനായി കാത്തിരിക്കുക. ഉടമ്പടി എടുത്ത ആദ്യകാലങ്ങളിൽ എൻ്റെ ഭൗതികമായ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി മാത്രം ഉടമ്പടി എടുത്ത ഒരു വ്യക്തിയായിരുന്നു ഞാൻ. പക്ഷേ എൻ്റെ ഈശോയ്ക്കും എൻ്റെ പരിശുദ്ധ അമ്മയ്ക്കും സ്വർഗത്തിന് മുഴുവൻ അറിയാമായിരുന്നു എപ്പോഴാണ് ആ അനുഗ്രഹങ്ങളെല്ലാം എൻ്റെ കൈകളിലേക്ക് എത്തിക്കേണ്ടത് എന്ന്. അതിനു വേണ്ടിയിട്ടാണ് എന്നെ ഇത്രയും നാൾ വെയിറ്റ് ചെയ്യിച്ചത്. അത് തന്നെയാണ് എനിക്ക് നിങ്ങളോടും പറയാനുള്ളത്. നിങ്ങളുടെ ഇടയിലേക്ക് നിങ്ങൾ ചോദിക്കുന്ന അനുഗ്രഹങ്ങളും അതിൻ്റെ ഇരട്ടിയിലും തരാൻ ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും സ്വർഗത്തിനും ആഗ്രഹമുണ്ട്. അതിനുവേണ്ടി ചില സമയങ്ങളിൽ നിങ്ങളെ വെയിറ്റ് ചെയ്യിക്കും. ആ വെയിറ്റ് ചെയ്യിക്കുന്നത് ജോസഫ് അച്ഛൻ പറയുന്നത് പോലെ നമ്മുടെ ഒരുക്കത്തിൻ്റെ സമയമാണ്. ഈശോയിലേക്ക് തിരിച്ചു വരിക, പരിശുദ്ധ അമ്മയിലോട്ട് തിരിച്ചു വരിക, ഈശോയെ അകമഴിഞ്ഞ് സ്നേഹിക്കുക. നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയായിരിക്കരുത് ഈശോയെ നിങ്ങൾ സ്നേഹിക്കേണ്ടത്. നിങ്ങൾ ഈശോയെ സ്നേഹിക്കാൻ തുടങ്ങിക്കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഈശോയും പരിശുദ്ധ അമ്മയും നിങ്ങൾ മറന്ന് പ്രാർത്ഥിച്ച് മറന്നു കളഞ്ഞ നിയോഗങ്ങളിൽ ഇടപെടാൻ തുടങ്ങും. അതെൻ്റെ ജീവിതത്തിലെ വലിയൊരു അനുഭവമാണ്. പ്രാർത്ഥിച്ച് മറന്നു കിടന്ന് മടുത്ത് കിടന്നൊരു നിയോഗമാണ് എൻ്റെ വീട് പണിയുടെ സാക്ഷ്യം. അതുപോലെ ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ ഈശോയും പരിശുദ്ധ അമ്മയും എനിക്ക് തരുന്നു. അതിന് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും ഒത്തിരിയേറെ നന്ദി പറയുന്നു. കോടാനുകോടി